കഥയിൽ ചോദ്യമില്ല എന്ന് പറയുന്ന ആ ചോദ്യം റദ്ദ് ചെയ്യപ്പെടണം എന്നുള്ളതാണ് എൻ്റെ ഒരു ചിന്ത. കഥയിൽ ചോദ്യമില്ല എന്നത് ജനാധിപത്യ വിരുദ്ധമാണ്. കുഞ്ചൻ നമ്പ്യാരുടെ കാലത്ത് നിന്ന്, വൈക്കം പാച്ചുമുത്തതിൻ്റെ കാലത്ത് നിന്ന് നമ്മുടെ ബാലസാഹിത്യം ഇപ്പോൾ എത്തി നിൽക്കുന്നത് ഈ ഡിജിറ്റൽ യുഗത്തിലാണ്. പുതിയ കാലത്ത് ബാലസാഹിത്യം എഴുതുക എന്ന് പറയുന്നത് വലിയൊരു വെല്ലുവിളി എഴുത്തുകാർ നേരിടുന്ന ഒന്നാണ്. കുട്ടികൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റാത്ത കാര്യങ്ങൾ നമ്മൾ എഴുതണം. കുട്ടികളുടെ മാതൃഭാഷ ഇപ്പോൾ ടെക്നോളജിയാണ് മാതൃഭാഷ. മറ്റു ഭാഷകൾ അപ്രസക്തമായി മാറുക. നമുക്ക് കുട്ടികളുടെ കണ്ണ് കെട്ടേണ്ട കാര്യമില്ല. കെട്ടുകഥകൾ നിർമ്മിച്ച് ഇനിയും കുട്ടികളെ പൊട്ടന്മാരാക്കേണ്ട കാര്യമില്ല. നമ്മൾ ഈ പത്രത്തിൽ വായിക്കുന്ന വാർത്ത പോലെയല്ല, എല്ലാം തകർത്ത് തരിപ്പണമാക്കിയ ഒരു പ്രദേശമാണത്. ഒരുമയുണ്ടെങ്കിൽ ഒലക്കപ്പുറത്ത് കിടക്കാം എന്നൊരു പഴഞ്ചൊല്ല്. ആ പഴഞ്ചൊല്ല് നമ്മളൊരു കുട്ടിയോട് പറഞ്ഞാൽ അവൻ ഒലക്ക കണ്ടിട്ടില്ല. AI കാലത്തും നമ്മുടെ മനസ്സിൽ സ്നേഹത്തിൻ്റെയും ദയയുടെയും ഒക്കെ നല്ല പാഠങ്ങൾ വിതറാനുള്ള ഒന്നുകൂടിയായി ബാലസാഹിത്യ കൃതികൾ മാറേണ്ടതുണ്ട്. പ്രിയമുള്ളവരെ, നിയമസഭാ പുസ്തകോത്സവത്തിൻ്റെ ഭാഗമായിട്ടുള്ള പാനൽ ചർച്ച ആരംഭിക്കുകയാണ്. 2 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡുകൾ നേടിയ 2 പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ. അത് ഒന്ന് ഡോക്ടർ കെ ശ്രീകുമാർ സാറ്, ഒന്ന് ശ്രീ ഉണ്ണി അമ്മയമ്പലം. ഭാവിയിലെ അവാർഡുകൾ നേടാനുള്ള 2 പേരാണ്. അടുത്തത് സിബി ജോൺ തൂവൽ, പ്രിയപ്പെട്ട കൃപ അമ്പാടി. ഇതിൽ ശ്രീകുമാർ സാറ് 200-ലധികം പുസ്തകങ്ങൾ എഴുതി കഴിഞ്ഞു. മലയാളത്തിന് ഒരു ബാലസാഹിത്യ ചരിത്രം സംഭാവന ചെയ്തു. ബാലസാഹിത്യ ചരിത്രം സംഭാവന ചെയ്യണമെങ്കിൽ വളരെ 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 വർഷങ്ങളായിട്ട് അദ്ദേഹം പ്രിപ്പയർ ചെയ്ത് വരികയാണ്. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കൃതികൾ എല്ലാം ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥലത്തുണ്ട്. ഞാൻ സ്റ്റേറ്റ് സെൻട്രൽ ലൈബ്രറിയിലെ ലൈബ്രറിയനാണ്. പ്രത്യേകിച്ച് കുട്ടികളുടെ ലൈബ്രറിയിൽ അദ്ദേഹത്തിൻ്റെ 200 പുസ്തകങ്ങളും ലഭ്യമാണ്. ഒരു തട്ട് നിറയെ പുസ്തകങ്ങളുണ്ട്. അപ്പോൾ എനിക്ക് ശ്രീകുമാർ സാറിനോട് ആണ് ആദ്യത്തെ ചോദ്യം ചോദിക്കാനുള്ളത്. ശ്രീകുമാർ സാറിൻ്റെ കുഞ്ഞൂട്ടൻ ഉൾപ്പെടെയുള്ള കഥകൾ, പ്രത്യേകിച്ച് ലൂമ കേന്ദ്ര കഥാപാത്രമായിട്ട് വരുന്ന കഥ നോവല്, ഇതിലൊക്കെ ഒരു മുത്തശ്ശി കഥയുടെ സാന്നിധ്യമുണ്ട്. ബാലസാഹിത്യ യഥാർത്ഥത്തിൽ മുത്തശ്ശി കഥയിൽ നിന്ന് AI യുഗത്തിലേക്ക് സഞ്ചരിക്കുന്ന ഈ കാലത്തും സാറിൻ്റെ കഥകളിൽ എന്തുകൊണ്ടാണ് ഈ മുത്തശ്ശി കഥകൾ, മുത്തശ്ശിമാർ ഇപ്പോഴും വിട്ടൊഴിയാതെ നിൽക്കുന്നത് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. എന്തായാലും ഇത്തരമൊരു സെഷൻ ഇതിൽ വെച്ചതിൽ സന്തോഷമുണ്ട്. ഈ ചോദ്യം ഒരു പ്രസക്തമായിട്ടൊന്നു തന്നെയാണ്. മുത്തശ്ശി കഥകൾ മാത്രമല്ല, പുതിയ കാലത്ത് ബാലസാഹിത്യം എഴുതുക എന്ന് പറയുന്നത് വലിയൊരു വെല്ലുവിളി എഴുത്തുകാർ നേരിടുന്ന ഒന്നാണ്. കാരണം എൻ്റെയൊക്കെ ഒരു ചെറുപ്പകാലത്തെ ഗൃഹാതുരത്വമാർന്ന ഓർമ്മകളുടെയൊക്കെ അപ്പുറത്തേക്ക് പുതിയ കാലത്തെ കുട്ടികളൊക്കെ വല്ലാതെ സാങ്കേതികമായി മാറിയിരിക്കുകയാണ്. അപ്പോൾ അവർക്ക് വേണ്ടി ഞാൻ കഥ എഴുതുമ്പോൾ വെറും മുത്തശ്ശി കഥകളുമായിട്ട് പോയി കഴിഞ്ഞാൽ കുട്ടികൾ വായിക്കില്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അവർക്ക് വേണ്ടി എന്ത് എഴുതുമ്പോഴും, ഓരോ വരി എഴുതുമ്പോഴും, ഓരോ വാക്ക് എഴുതുമ്പോഴും ഒരുപാട് ആശങ്കയോടുകൂടിയാണ് എഴുതുന്നത്. കാരണം ഞാൻ എഴുതുന്നത് പുതിയ കാലത്തെ കുട്ടി സ്വീകരിക്കുമോ ഇല്ലയോ എന്നുള്ളൊരു വലിയ പ്രശ്നം അവിടെ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ എപ്പോഴും അതേസമയം തന്നെ നമ്മുടെ എൻ്റെയൊക്കെ ഒരു ബാല്യകാലം എന്നൊക്കെ പറയും, നമ്മുടെയൊക്കെ ഒരു ബാല്യകാലത്തുള്ള കുറേ സനാതനമായിട്ടുള്ള ചില മൂല്യങ്ങളൊക്കെ ഉണ്ട്. സ്നേഹം, ദയ, സഹാനുഭൂതി, അനുകമ്പ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ. അതൊക്കെ ഏത് കാലത്ത് എത്ര യുഗത്തിലേക്ക് എത്തുന്ന കുട്ടിയിലും അത് അത്യന്താപേക്ഷിതമായിട്ടുള്ള കാര്യം കൂടിയാണ്. അപ്പോൾ ഞാൻ സാധാരണഗതിയിൽ എഴുതുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത്, പുതിയ കാലത്ത് ഞാൻ എഴുതിയ ഒരു പെണ്ണായാലെന്താ, അതുപോലെ തന്നെ ഭൂമിദേയുടെ ചോദ്യങ്ങളൊക്കെ പോലെയുള്ള പുസ്തകങ്ങൾ, ഗോപ എന്നുള്ള പുസ്തകമൊക്കെ ചെയ്തിരുന്നു. അതൊക്കെ ചെയ്തപ്പോൾ ഞാൻ ചെയ്തത് പുതിയ കാലത്തെ കുട്ടിയെ മനസ്സിലാക്കുക, അവൻ്റെ ലോകം മനസ്സിലാക്കുക. അവനെ നമ്മുടെയൊക്കെ ഒരു കാലത്ത് ഒരുപാട് മാറിക്കഴിഞ്ഞു. ജെൻഡർ കാര്യങ്ങളിലൊക്കെ വളരെ, ഇപ്പോൾ ഒരു കുട്ടിയുടെ അടുത്ത് നിന്ന് എടാന്നോ എടീന്നോ വിളിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. കാരണം എടാന്നാണോ എടീന്നാണോ എൻ്റെ വ്യക്തിത്വം എന്ന്, എൻ്റെ അസ്തിത്വം എന്നുള്ളത് ആ കുട്ടി തീരുമാനിക്കേണ്ട അവസ്ഥയാണുള്ളത്. പണ്ടത്തെ പോലെ പറ്റില്ല. അപ്പോൾ എഴുതുമ്പോൾ ഓരോ വരിയും ശ്രദ്ധിക്കണം. ഒരു കറുത്ത നിറമുള്ള ഒരാളെ വില്ലൻ കഥാപാത്രമാക്കിക്കൊണ്ട്, ഒരു വേലക്കാരിയെ മോഷ്ടാവാക്കിക്കൊണ്ടൊക്കെ എഴുതി കഴിഞ്ഞാൽ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുന്ന ഒരു കാലമാണത്. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും ചെയ്യുക, പുതിയ കാലത്തെ കുട്ടിയുടെ ഒരു വലിയ ജെൻഡർ ഇക്വാലിറ്റി ഉണ്ട്. എടാന്നാണ് ആൺകുട്ടികളും പെൺകുട്ടികളും അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കുന്നതൊക്കെ. ഇപ്പം എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് എന്തെങ്കിലും വികൃതി കാട്ടുന്ന ഒരു കുട്ടിയെ ചെയ്യാം. അപ്പോൾ ഞങ്ങളൊക്കെ ഒരു വികൃതി കാട്ടിയാൽ ചെയ്യാൻ പെൺകുട്ടികളുടെ ബെഞ്ചിൻ്റെ നടുക്കൊണ്ട് ഇരുത്തുക എന്നുള്ളതാണ്.
അത് വലിയൊരു പ്രശ്നമാണ്. ആ ഒരു പീരീഡ് മുഴുവൻ നമ്മളാകെ വല്ലാതെ അസഹ്യമായിട്ട് അസ്വസ്ഥനായിട്ട് നിലനിൽക്കുന്ന ഒരു അവസ്ഥയാണ്. ഇന്നിപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടായാലോ? ഇന്ന് ആൺപെൺകുട്ടികൾ തമ്മിൽ സൗഹൃദത്തിൽ വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ പുതിയ കാലത്തെ കുട്ടികളുടെ മൂല്യങ്ങൾ എന്താണ്, അവരുടെ ഒരു സങ്കല്പം, സ്നേഹസങ്കല്പം എന്താണ്, അവരുടെ ഒരു സൗഹൃദത്തിൻ്റെ വലിയ ഒരു ബലം എന്താണ് എന്നൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് അവരുടെ ലോകവും അതേസമയം തന്നെ എൻ്റെ ഒരു ബാല്യകാലത്തുള്ള നേരത്തെ പറഞ്ഞ സ്നേഹവും ദയയും അനുകമ്പയും സഹാനുഭൂതിയും ഒക്കെയുള്ള എക്കാലത്തെയും അനശ്വരമായിട്ടുള്ള ആ ഒരു അമൂല്യമായിട്ടുള്ള ആ മൂല്യങ്ങളെയും കൂടി ഒന്ന് മിക്സ് ചെയ്യണം. അത് വലിയ പ്രയാസമുള്ള കാര്യമാണ്. അതിനുവേണ്ടി ആദ്യം ചെയ്യേണ്ടത്, കുട്ടിയെ മാറ്റാൻ പറ്റില്ല. നമ്മളൊക്കെ പല ബാലസാഹിത്യകാരന്മാരും പറയുന്നത് കേട്ടിട്ടുണ്ട്, കുട്ടികളിപ്പോൾ ഒന്നും വായിക്കുന്നില്ല, അവർക്ക് അനുസരണയൊന്നുമില്ല, പുതിയ കാലത്തെ കുട്ടികൾ അങ്ങനെയാണ്, ടീച്ചർമാരെ കാണുമ്പോൾ ബസ്സിൽ സീറ്റ് ഒഴിഞ്ഞു കൊടുക്കുന്നില്ല, അല്ലെങ്കിൽ മുണ്ടഴിച്ചിടുന്നില്ല എന്നൊക്കെ പറയുന്ന ഒരുപാട് പരാതികളുണ്ട്. പക്ഷേ അവൻ്റെ സ്നേഹസങ്കല്പം എന്ന് പറയുന്നത് ഭയങ്കരമാണ്. അവനിപ്പോൾ നമ്മളിപ്പോൾ യുവാക്കളെയും കുട്ടികളെയും ഏറ്റവും കൂടുതൽ അധിക്ഷേപിച്ചത് അവർക്ക് സാമൂഹ്യ പ്രതിബദ്ധത ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് തന്നെയാണ്. പക്ഷേ പ്രളയം വന്നപ്പോൾ, അതുപോലെ തന്നെ കോവിഡ് വന്നപ്പോൾ, നിപ്പ വന്നപ്പോഴൊക്കെയുള്ള അവരുടെ ഒരു ഭയങ്കരമായ, ഇപ്പം എൻ്റെ മോളൊക്കെ എന്ന് പറഞ്ഞാൽ അയൽവാസികളെ അറിയുമെന്ന് വെച്ചാൽ അറിയും, അത്രയേ ഉള്ളൂ. പക്ഷേ ആ സമയത്ത് അവൾ ബാംഗ്ലൂർ ഇരുന്നുകൊണ്ട് അവളുടേതായ ഇൻ്റർനെറ്റ് കണക്ഷൻ ഉപയോഗിച്ചുകൊണ്ട് പ്രളയകാലത്ത് ദുരിതാശ്വാസ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്ന ഒരു ടീമിലെ അംഗമായിരുന്നു അവൾ. അപ്പോൾ നമുക്കിനി ഒരിക്കലും പറയാൻ പറ്റില്ല ഇവർ. അപ്പോൾ ആ രീതിയിലുള്ള എൻ്റെ മനസ്സിലുള്ള എൻ്റെ ഓർമ്മയിലുള്ള എൻ്റെ മൂല്യങ്ങളെയും പുതിയ കാലത്തെ കുട്ടികളുടെ കാഴ്ചപ്പാടുകളെയും അവരുടെ സങ്കല്പങ്ങളെയും സമഞ്ജസമായി സമ്മേളിപ്പിച്ചുകൊണ്ട് എഴുതിയാൽ മാത്രമേ പുതിയ കാലത്ത് ബാലസാഹിത്യകാരൻ പ്രസക്തനാവുകയുള്ളൂ. മുത്തശ്ശി കഥകളുടെ കാര്യം ചോദിച്ചപ്പോൾ മുത്തശ്ശി കഥകളിലുണ്ട് കുറേ വളരെ ആർദ്രമായ അലിവാർന്ന കുറേ അംശങ്ങൾ മുത്തശ്ശി കഥകൾ നമുക്ക് എപ്പോഴും ഉണ്ട്. നമ്മൾ കേട്ട് പറഞ്ഞ പഴയ ഏകാദശിമായ നോറ്റ കാക്കയുടെ കഥയാണെങ്കിലും, ഈച്ചയും പൂച്ചയും കഞ്ചിയും വെച്ച കഥയാണെങ്കിലും, അതുപോലെ തന്നെ മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നത്തിൻ്റെ കഥയാണെങ്കിലും ഒക്കെയുള്ള ആ ആശയങ്ങളെ വെറുതെ ആ രീതിയിൽ തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അപ്രസക്തനായി പോകും. പുതിയ കാലത്തെ കുട്ടിയോട് യോജിപ്പിച്ചുകൊണ്ട് കഥ പറയുക, അങ്ങനെ കഥ പറയാനുള്ള ശ്രമമാണ് ഞാൻ നടത്തുന്നത്. നമ്മളെപ്പോഴും കുട്ടിയോട് ഞാൻ എന്താ കഥ പറയുന്നു, നീ കേട്ടോളൂ എന്ന് പറയുന്നതിനപ്പുറം ഒരു കൂട്ടുകാരനായി കുട്ടിയെ കണ്ട് അവൻ്റെ തോളിൽ കൈയിട്ടുകൊണ്ട് ഞാൻ നിനക്ക് വേണ്ടി എന്തൊക്കെയൊക്കെ എഴുതുകയാണ്, ഒന്ന് വായിച്ചാൽ നല്ലത് എന്ന് ഏറ്റവും ജനാധിപത്യപരമായ രീതിയിൽ കുട്ടിയെ സമീപിച്ചാൽ മാത്രമേ നമ്മളെ നാളത്തെ കുട്ടി സ്വീകരിക്കുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അത്രമേൽ അപകടകരമായ, അത്രമേൽ ആശങ്കാജനകമായ ഒന്നാണ് ബാലസാഹിത്യം എഴുത്ത് വർത്തമാനകാലത്ത് എന്ന് ഞാൻ വിചാരിക്കുകയാണ്. AI കാലത്തും നമ്മുടെ മനസ്സിൽ സ്നേഹത്തിൻ്റെയും ദയയുടെയും ഒക്കെ നല്ല പാഠങ്ങൾ വിതറാനുള്ള ഒന്നുകൂടിയായി ബാലസാഹിത്യകൃതികൾ മാറേണ്ടതുണ്ട്. അതാണ് ഉദാത്തമായ ബാലസാഹിത്യകൃതി എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അടുത്ത ചോദ്യം പോകുന്നത് നമ്മുടെ പ്രിയപ്പെട്ട 2024 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ അൽഗോരിതങ്ങളുടെ നാട് എഴുതിയ പ്രിയപ്പെട്ട ഉണ്ണി അമ്മയമ്പലത്തിൻ്റെ അടുത്താണ്. അദ്ദേഹത്തിൻ്റെ കഥകൾ പുതിയ തലമുറയ്ക്ക് വേണ്ടി, ആ ടൈറ്റിലിൽ തന്നെ പുതിയ തലമുറയ്ക്ക് വേണ്ടിയുള്ളതാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ കാലത്ത് അങ്ങനെയൊന്ന് മാറി ചിന്തിക്കാൻ തോന്നിയത്? സാധാരണയായിട്ട് പിള്ളേർ എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിച്ചാൽ, കുട്ടികൾ ചോദിച്ചാൽ, ഒന്നുകിൽ നമ്മൾ എന്നെപ്പോലുള്ള അധ്യാപകർ പറയും അവിടെ ഇരിക്കുക, അല്ലെങ്കിൽ പിന്നെ പറഞ്ഞു തരാമെന്ന് പറയും. വ്യക്തമായ ഉത്തരങ്ങൾ പലപ്പോഴും കൊടുക്കാറില്ല എന്ന് ഞാൻ പഠിപ്പിച്ച കുട്ടികൾ തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഒരു കുട്ടി എന്നോട് ചോദിച്ചൊരു ഒറ്റ ചോദ്യമുണ്ട്. കുട്ടികളുടെ EMS എന്നൊരു പുസ്തകം ഞാൻ വായിക്കാൻ കൊടുത്തു. അപ്പം എന്നോട് ചോദിച്ചു, കുട്ടികളുടെ EMS, അങ്ങനെ ഒരു EMS ഉണ്ടോ? EMS ഉണ്ട്, കുട്ടികളുടെ EMS ഉണ്ടോ? അപ്പോൾ മറ്റൊരു കുട്ടി ചോദിച്ചു, കുട്ടികളുടെ പഞ്ചതന്ത്രം, അങ്ങനെ ഒരെണ്ണം ഉണ്ടോ? പഞ്ചതന്ത്ര കഥകളുണ്ട്. കുട്ടികളുടെ കേരള ചരിത്രം, അങ്ങനെ ഒരെണ്ണം ഉണ്ടോ? ഈ ഒരു ചോദ്യത്തിൽ നിന്നാണ് എനിക്ക് ചില കാര്യങ്ങൾ മനസ്സിൽ ഉരുത്തിരിഞ്ഞത്. അതായത് കുട്ടികൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റാത്ത കാര്യങ്ങൾ നമ്മൾ എഴുതണം. ഇപ്പോൾ പഞ്ചതന്ത്രം വിരൽത്തുമ്പിലുണ്ട്, EMSനെ കുറിച്ച് വിരൽത്തുമ്പിലുണ്ട്, ഇതെല്ലാം വിരൽത്തുമ്പിൽ ലഭ്യമാണ്. എന്നാൽ വിരൽത്തുമ്പിൽ ലഭ്യമല്ലാത്ത കാര്യങ്ങൾ ഈ ലോകത്തുണ്ട്. ടെക്നോളജിയുടെ വിശാലമായ ലോകം, ആ ലോകത്ത് നിന്നുകൊണ്ട് ഒരല്പം ഭാവന കൂടി ചേർത്താൽ നമ്മളെ വായനക്കാരെ ആൻസൈറ്റിയുടെ മുൾമുനയിൽ നിർത്താം. അങ്ങനെയാണ് ഞാൻ അൽഗോരിതങ്ങളുടെ നാട് എഴുതിയത്. അൽഗോരിതങ്ങളുടെ നാടെന്ന് പറയുന്നത് നമ്മുടെ ഈ ഡിവൈസസ്, AI, ഇതെല്ലാം ഒരു മനുഷ്യ ജീവിതത്തെ എങ്ങനെ ബാധിക്കുന്നു, പ്രത്യേകിച്ച് നമ്മുടെ ബ്രെയിൻ അപ്ലോഡ് ചെയ്യുക എന്ന് പറഞ്ഞൊരു സംഭവം, അതൊരു ഭാവനയായിരുന്നു. ഞാനൊരു 4 വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ മകള് ആശുപത്രി കിടന്നപ്പോൾ ഇവൾക്ക് പറഞ്ഞു കൊടുത്ത കഥയാണത്. അവൾ സ്കിൻ ഡിസീസ് വന്നിട്ട് എപ്പോഴും വേദന കൊണ്ട് പൊളഞ്ഞ സമയത്ത് പാതിരാത്രിയിൽ ഞാനും എൻ്റെ മകനും കൂടി അവൾക്ക് വേദന അനുഭവിക്കാതിരിക്കാൻ വേണ്ടി അവൾക്ക് പറഞ്ഞു കൊടുത്ത കഥയാണ് അൽഗോരിതങ്ങളുടെ നാടായി രൂപപ്പെട്ടത്. അപ്പോൾ ബ്രെയിൻ അപ്ലോഡ് ചെയ്യുന്നത്
അതുപോലെ തന്നെ നമ്മുടെ ഓർമ്മകൾ മാറ്റുന്നത്. ഇങ്ങനെ ടെക്നോളജിയുടെ ഒരുപാട് സാധ്യതകൾ ഞാൻ അതിൽ കൊണ്ടുവന്നു. അത് കഴിഞ്ഞൊരു 2 വർഷം കഴിഞ്ഞപ്പോൾ മാതൃഭൂമി പത്രത്തിൽ വാർത്ത വന്നു, ഈ എഴുതിയ കാര്യങ്ങൾ അതുപോലെ സംഭവിച്ചു എന്ന് പറഞ്ഞ്. ഞാനത് ഫേസ്ബുക്കിലൊക്കെ ഇട്ടായിരുന്നു. അപ്പോൾ അത് കുട്ടികളേറെ സ്വീകരിച്ചു. പെട്ടെന്ന് തന്നെ കോപ്പികളൊക്കെ വിറ്റുപോയി. അതുപോലെ തന്നെയാണ് വരൂ കുട്ടികളെ നമുക്ക് സൂര്യനെ തൊടാം. ഈ സൗരക്കൊടുങ്കാറ്റ് എന്ന് പറയുന്നൊരു സംഗതിയുണ്ട്. ഈ സൗരക്കൊടുങ്കാറ്റിനെ കുറിച്ച് ഇതുവരെയും മലയാളത്തിൽ ഒരൊറ്റ കൃതിയും വന്നിട്ടില്ല. സൗരക്കൊടുങ്കാറ്റ് നമ്മുടെ ഭൂമിയെ നശിപ്പിക്കുമോ? കറണ്ട് പോകുന്ന ഒരവസ്ഥ, ലോകം മുഴുവൻ കറണ്ട് പോകുന്ന ഒരവസ്ഥ, ഇലക്ട്രിസിറ്റി ഇല്ലാതെ വന്നാൽ എന്ത് ചെയ്യും? നമ്മുടെ കമ്പ്യൂട്ടർ സിസ്റ്റം എല്ലാം, നെറ്റ്വർക്കിംഗ് എല്ലാം തകരാറായാൽ എന്ത് സംഭവിക്കും? ഒരു സൗരക്കൊടുങ്കാറ്റിൻ്റെ ചെറിയ ഒരു അംശം ആകാശത്ത് രൂപപ്പെട്ടാൽ നമ്മുടെ സാറ്റലൈറ്റ് സംവിധാനങ്ങൾ മുഴുവൻ തകരും. അങ്ങനെയാണെങ്കിൽ ഭൂമിയിൽ അതിൻ്റെ ആഘാതം എന്തായിരിക്കും? ഇന്ന് വരെയും മലയാളത്തിൽ അങ്ങനെ ഒരു കൃതി ഉണ്ടായിട്ടില്ല. ഒരു ഇംഗ്ലീഷ് സിനിമ എൻ്റെ പുസ്തകം ഇറങ്ങിയതിന് ശേഷം പഴയൊരു സിനിമ ഉണ്ടായിട്ടുണ്ട് എന്നൊരാൾ എന്നോട് വിളിച്ച് പറഞ്ഞു. അപ്പോൾ ഇതൊക്കെ ഞാൻ എഴുതിയപ്പോൾ കുട്ടികൾ വളരെ സന്തോഷത്തോടെ അത് സ്വീകരിച്ചു. കഴിഞ്ഞ ദിവസം FBയിൽ ഈ വരൂ നമുക്ക് സൂര്യനെ തൊടാം എന്ന പുസ്തകത്തിൻ്റെ പ്രസാധകർ എന്നോട് പറഞ്ഞു അവരുടെ സ്റ്റോളിൽ നിന്ന് ഏറ്റവും കൂടുതൽ കോപ്പി വിറ്റുപോയ പുസ്തകം ഇതാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ആലോചിച്ചപ്പോൾ നമുക്ക് ഒറ്റ ഉത്തരമേ ഇതിനുള്ളൂ. നമുക്ക് ഡൗൺലോഡ് ചെയ്ത് എടുക്കാൻ സാധിക്കാത്ത കാര്യങ്ങൾ നമുക്ക് ബാലസാഹിത്യകാരന്മാർ എഴുതണം. ഇപ്പം ശ്രീകുമാർ സാർ മുത്തശ്ശി കഥയെക്കുറിച്ച് പറഞ്ഞു. മുത്തശ്ശിയെ നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റില്ല. മുത്തശ്ശി കഥയെ നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റില്ല. മുത്തശ്ശി നൽകുന്ന മൂല്യങ്ങൾ നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റില്ല. ഇന്ന് ഒരു വീട്ടിൽ ഒരു മുത്തശ്ശി ഇല്ലാത്തതിൻ്റെ ദുരന്തമാണ് പലപ്പോഴും അനുഭവിക്കുന്നത്. ഞാനിത് പറയുമ്പോൾ ക്ലീഷയാണെന്ന് പറയും, പക്ഷേ ക്ലീഷ അല്ല. ഞാനൊരു അധ്യാപകനാണ്. കുട്ടികളുടെ പ്രശ്നങ്ങൾ മുഖാമുഖം അഭിമുഖീകരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ, ഇന്നലെ ഉൾപ്പെടെ. അതുകൊണ്ട് എനിക്ക് വ്യക്തമായിട്ട് ഈ കാര്യങ്ങൾ മനസ്സിലാകും. 1-2 കാര്യങ്ങൾ കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. കുട്ടികൾക്ക് നമ്മൾ കൊടുക്കേണ്ടത് ഈ പറഞ്ഞ് പഴകിയ കാര്യങ്ങളല്ല. ഒരുപാട് കാര്യങ്ങൾ അവരുടെ മുമ്പിലുണ്ട്. ആനന്ദത്തിന്, സന്തോഷത്തിന്, വിനോദത്തിന്, വിജ്ഞാനത്തിന് ഒരുപാട് കാര്യങ്ങൾ അവരുടെ മുൻപിലുള്ള ഒരു സാഹചര്യത്തിൽ കുട്ടികളെ പിടിച്ചിരുത്തി വായനയിൽ കൂടി അവർക്ക് അറിവും ആനന്ദവും നിറവും കൊടുക്കാനുള്ള കൃതികൾ വേണം ബാലസാഹിത്യകാരന്മാർ എഴുതേണ്ടത് എന്നാണ് എൻ്റെ എളിയ അഭിപ്രായം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഈ ടെക്നോളജി ബേസ് ചെയ്തെന്ന് പറയുമ്പോൾ പ്യുവർ ടെക്നോളജി അല്ല, അതിൽ ഭാവന കൂടി കലർത്തി. കാരണം കുട്ടികൾക്ക് ഭാവന ഉണ്ടാകണം. ഭാവന ഡെവലപ്പ് ചെയ്താൽ മാത്രമേ ഒരു കുട്ടിക്ക് അവൻ്റെ ജീവിതത്തിൽ എങ്ങനെ ഏതു വഴിയെ പോകണം എന്നൊക്കെ തീരുമാനമെടുക്കാൻ സാധിക്കൂ. ഭാവന ഇല്ലാത്തൊരു കുട്ടിയുടെ പേഴ്സണൽ ലൈഫാണെങ്കിലും ശരി, അവൻ്റെ സോഷ്യൽ ലൈഫാണെങ്കിലും ശരി, മറ്റ് ഇടങ്ങളിലെ ജീവിതമാണെങ്കിലും ശരി, ഭാവന ഇല്ലാത്തൊരു കുട്ടിയെ സംബന്ധിച്ച് അത് എത്രത്തോളം സക്സസ് ആകും എന്നുള്ളതിനെക്കുറിച്ച് ആശങ്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് കുട്ടികളുടെ ഭാവന കൂടി വളർത്തുന്നതിന് വേണ്ടിയാണ് ഇത്തരം കൃതികൾ എഴുതിയതെന്ന് എളിമയോടെ പറയട്ടെ. നമ്മുടെ പ്രിയപ്പെട്ട CB ജോൺ തൂവലിൻ്റെ അഭിപ്രായമാണ് നമ്മളിനി കേൾക്കാൻ പോകുന്നത്. കുഞ്ചൻ നമ്പ്യാരുടെ കാലത്ത് നിന്ന്, വൈക്കം പാച്ചുമുത്തതിൻ്റെ കാലത്ത് നിന്ന് നമ്മുടെ ബാലസാഹിത്യം ഇപ്പോൾ എത്തി നിൽക്കുന്നത് ഈ ഡിജിറ്റൽ യുഗത്തിലാണ്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൻ്റെ പേര് തന്നെ DNA കോഡ് എന്നാണ്. ഈ DNA കോഡിലെ ആ 2 കുട്ടികളുടെ കൗതുക ലോകത്ത്, പ്രത്യേകിച്ച് ഗലീലിയോയുടെ ടെലസ്കോപ്പിലൂടെ നോക്കുന്ന ആ കാലത്ത് അങ്ങനെ ഒരു ചിന്ത, ഈ ശ്രീകുമാർ സാറിൻ്റെ കേസ് പറഞ്ഞ പോലെ മുത്തശ്ശി കഥയിൽ നിന്ന് വിട്ട് എന്തുകൊണ്ടാണ് CB സാറ് ഇത്തരം ഒരു ചിന്താഗതിയിലേക്ക് മാറിയത്? നമ്മൾ ഇവിടെ അതിൻ്റെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. നമ്മൾ കുട്ടികളെ കാണണം. ഇന്നത്തെ കുട്ടികളുടെ മാതൃഭാഷ എന്ത് എന്ന് ചിന്തിച്ചാൽ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത് കുട്ടികളുടെ മാതൃഭാഷ ഇപ്പോൾ ടെക്നോളജിയാണ് മാതൃഭാഷ. മറ്റ് ഭാഷകൾ അപ്രസക്തമായി മാറുക. പല രാജ്യങ്ങളിലുള്ള കൂട്ടുകാരെ അവർക്ക് ലഭിക്കുന്നു. മറ്റ് ഭാഷകളിലുള്ളത് അവർക്ക് വിവർത്തനം ചെയ്ത് കൊടുക്കുന്ന എക്യുപ്മെൻറ്റ്സ് അവരുടെ കയ്യിലുണ്ട്. അങ്ങനെ നമ്മൾ ചിന്തിക്കുമ്പം അവരുടെ കളിക്കൂട്ടുകാരെന്ത്? പണ്ടത്തെ പോലെ മൃഗങ്ങളെയും പക്ഷികളെയും പ്രകൃതിയെയും കണ്ടും കേട്ടും വളരുന്ന ഒരു ബാല്യത്തിൽ നിന്ന് മാറിയിട്ട് ഇത്തരം ഉപകരണങ്ങൾ അവരുടെ കളിക്കൂട്ടുകാരായി മാറുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ വളരുന്നത്. നമ്മൾ പണ്ട് കേട്ട കഥകളുണ്ട്. ഇപ്പോഴത്തെ കുട്ടികൾ ആ കഥകൾ എങ്ങനെ സ്വീകരിക്കുമെന്നുള്ള ഒരു ചിന്തയിൽ നിന്നാണ് ഈ കുട്ടികളെ അറിഞ്ഞ് നമ്മൾ കഥ എഴുതുക എന്നുള്ള ഒരു ചിന്തയിലേക്ക് വന്നത്. അവിടെയാണ് ഞാൻ ഈ
പുതിയ സാങ്കേതിക വിദ്യകളെ അതിനകത്തേക്ക് ഉൾക്കൊള്ളിക്കാം എന്ന് തീരുമാനിച്ചത്. ഇപ്പോൾ നമ്മൾ തലമുറകളുടെ മാറ്റത്തെക്കുറിച്ച് പറയുമ്പം 1990കളുടെ കാലഘട്ടത്തിലെ തലമുറയെ ഗ്രേറ്റസ്റ്റ് ജനറേഷൻ എന്ന് പറയാറുണ്ട്. അവർ ശരിക്കും പറഞ്ഞാൽ പഴയ തലമുറ തീവണ്ടിയും ആവി എഞ്ചിനും ടൈപ്പ് റൈറ്ററും ഒക്കെ കണ്ട ഒരു കാലഘട്ടം. അവിടെ നിന്ന് മാറി ഇപ്പോഴത്തെ കുട്ടികളെ ആൽഫ തലമുറ എന്നൊക്കെയാണ് സാമൂഹിക ചിന്തകർ വിശേഷിപ്പിക്കുന്നത്. അവർ കൈകാര്യം ചെയ്യുന്നതും കാണുന്നത് EV കാറുകളും ബഹിരാകാശത്തേക്ക് ടൂറ് പോകുന്നതും അല്ലെങ്കിൽ സ്വയം ചാർജ് ചെയ്യപ്പെടുന്ന വീടുകൾ, നിറം മാറുന്ന വസ്ത്രങ്ങൾ, ഇതൊക്കെ ഒരു പണ്ട് കഥകളിൽ നമ്മൾ കേട്ടത് അവർ മുമ്പിൽ കാണുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ് മാറിയിരിക്കുന്നത്. അപ്പോൾ അത്തരം ഒരു വലിയ മാറ്റം ഈ കുട്ടികളിൽ വന്നിട്ടുണ്ട്. നമ്മളത് കണ്ടില്ലെന്ന് നടിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികളോട് നമ്മൾ എങ്ങനെ സംസാരിക്കും? ഇപ്പോൾ നമ്മളൊരു പഴഞ്ചൊല്ലെടുക്കുക. പണ്ട് നമ്മൾ കേട്ടിട്ടുള്ളതാ, ഒരുമയുണ്ടെങ്കിൽ ഒലക്കപ്പുറത്ത് കിടക്കാം എന്നൊരു പഴഞ്ചൊല്ല്. ആ പഴഞ്ചൊല്ല് നമ്മളൊരു കുട്ടിയോട് പറഞ്ഞാൽ അവൻ ഒലക്ക കണ്ടിട്ടില്ല, പിന്നെ അതെന്താണെന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടി വരും. അങ്ങനെ പല പഴഞ്ചൊല്ലുകളായിക്കോട്ടെ, പണ്ട് നമ്മൾ പറയുകയും കേൾക്കുകയും ചെയ്തിട്ടുള്ള പല കാര്യങ്ങളും ഇന്ന് നമ്മുടെ വീടുകളിൽ നിന്ന്, നമ്മുടെ സമൂഹത്തിൽ നിന്ന്, നമ്മുടെ കാഴ്ചയിൽ നിന്ന് അപ്രത്യക്ഷമായിപ്പോയി. അപ്പം അത്തരം കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് അവർക്ക് ചിരപരിചിതമായ കാര്യങ്ങളിലേക്ക് കടന്നു ചെല്ലുക എന്നുള്ള ഒരു ചിന്തയിൽ നിന്നാണ് ഞാൻ അങ്ങനെ ഒരു ശാസ്ത്രവുമായി ഇടകലർത്തി ഈ എൻ്റെ രചനകൾ നിർവഹിച്ചത്. ഇപ്പം ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇറക്കിയ DNA കോഡ്, അതുപോലെ തന്നെ DC ബുക്സ് ഇറക്കിയിരിക്കുന്ന AI ബോമു എന്ന് പറയുന്ന, അത് മത്സരത്തിൽ ചുരുക്കപ്പെട്ടി വന്ന കൃപയുടെ പുസ്തകവും എൻ്റെ പുസ്തകമൊക്കെ, അതുപോലെ മനോരമ പുറത്തിറക്കിയ ഒരു ബിഗിൽ ലാൻഡ് എന്ന് പറഞ്ഞൊക്കെ പുസ്തകം. ഇതിനകത്തൊക്കെ നമ്മൾ കുട്ടികളിൽ ശാസ്ത്ര ചിന്ത, ഭാവന ഇത് രണ്ടും വളർത്തുക. അതോടൊപ്പം തന്നെ ഒരു അമേരിക്കൻ ചിന്തകനായ ഒരാളുണ്ട്, ബാർത്തോസ് എന്ന് പറയുന്ന ഒരാൾ പറഞ്ഞിട്ടുണ്ട്, പഞ്ചതന്ത്രവും 1001 രാവുകളും വായിച്ചാൽ നിങ്ങൾക്ക് കഥാകാരനാകാം എന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട്. നമുക്ക് കിട്ടിയേക്കുന്ന ഒരു അംഗീകാരം അത് ബേസിക് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ: ആകാംക്ഷയും വിസ്മയവും ജനിപ്പിക്കുക. ഓരോ പേജിൽ കൂടെ നമ്മൾ കടന്നു പോകുമ്പോഴും ഇനി എന്ത് എന്നുള്ള ഒരു ചിന്ത വരുത്തുക. ആ ഒരു ചിന്ത എന്ന് പറയുന്നത് എല്ലാ കാലത്തെയും കഥാരചനകളുടെയും കഥകളുടെയും ഒരു അടിസ്ഥാനപരമായ രസക്കൂട്ടാണ്. ആ രസക്കൂട്ടിനെ സാങ്കേതിക വിദ്യയുടെ പുതിയൊരു മാധ്യമത്തിലൂടെ നമ്മൾ ചേർക്കുമ്പം ഇക്കാലത്തെ കുട്ടികൾക്ക് കുറച്ചുകൂടെ അതിനെ ആസ്വാദ്യകരമായിട്ട്, രുചികരമായിട്ട് അവർ സ്വീകരിക്കും എന്നുള്ള ഒരു ചിന്തയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നമ്മൾ കുട്ടികൾ വായിക്കുന്നില്ല എന്ന് പരാതിപ്പെട്ടിട്ട് യാതൊരു കാര്യവുമില്ല. അവർക്ക് ഇഷ്ടമുള്ളത് അവരുടെ മുമ്പിൽ നമ്മൾ വിളമ്പി വയ്ക്കണം എന്നുള്ളതാണ്. അതെങ്ങനെ നമുക്ക് ഒരുക്കാം എന്നുള്ള ചിന്ത വരുമ്പം ഈ കുട്ടികളുടെ ഇന്നത്തെ ഒരു സാമൂഹിക ചുറ്റുപാട്, അവർ കാണുന്നത്, പഠിക്കുന്നത് എല്ലാം അവരുടെ കൂട്ടുകാർ അവർ കാണാൻ ആഗ്രഹിക്കുന്നതൊക്കെ മനസ്സിലാക്കി ആ രീതിയിൽ നമ്മളൊരു കഥ ഒരുക്കുക. അതാണ് ഈ കാലഘട്ടത്തിൽ നമ്മളെല്ലാവരും നേരിടുന്ന വെല്ലുവിളി. കുട്ടികൾക്ക് വേണ്ടി എഴുതുക വളരെ എളുപ്പമാണെന്നൊക്കെ ചിന്തിക്കാം, പക്ഷേ ഒട്ടും എളുപ്പമല്ല. അവരെ മനസ്സിലാക്കിക്കൊണ്ട് അവർക്ക് ഇഷ്ടപ്പെടുന്ന സാഹചര്യത്തിൽ ഒരു കഥ രൂപപ്പെടുത്തി എടുക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ടിയാണ് ഞാൻ കൂടുതലും ശാസ്ത്ര ചിന്തകളും ശാസ്ത്ര വിഷയങ്ങളും അതിലേക്ക് ഉൾക്കൊള്ളിക്കുന്നതിനൊരു പ്രധാന കാരണം അതാണ്. 2, പണ്ട് കാലത്തെ പോലെ തന്നെ വെറുതെ ഒരു രസത്തിന് വേണ്ടി മാത്രം വായിക്കുന്നതിലുപരി വായനയുടെ ഒപ്പം കുറച്ച് അറിവുകളും മറ്റ് വിജ്ഞാനങ്ങളും പിന്നെ മൂല്യങ്ങളും നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, അതെന്തായാലും എക്കാലത്തും കുട്ടികൾക്ക് വേണം. നല്ല കഥകൾ കേട്ട് ഉറങ്ങാൻ കിടക്കുന്ന കുട്ടി നല്ല സ്വപ്നങ്ങൾ കാണുമെന്നും നല്ല മനുഷ്യരായി ഉണർന്നെഴുന്നേൽക്കുമെന്നും നമ്മൾ ചിന്തിക്കണം. അപ്പം ഈ മൂല്യങ്ങളും കുട്ടികൾക്ക് കൊടുക്കണം. അതോടൊപ്പം തന്നെ അല്പ അറിവുകൾ അവർക്ക് ജീവിതത്തിൽ ഉപകാരപ്പെടുന്ന വിജ്ഞാന ശകലങ്ങളൂടെ അതിൽ കൂടി കിട്ടുകയാണെങ്കിൽ അതൊരു വലിയ കാര്യമല്ലേ. അപ്പം അങ്ങനെ ഈ കഥയിൽ ഈ ആകാംക്ഷയും വിസ്മയവും മൂല്യങ്ങളും കുറച്ച് ശാസ്ത്രചിന്തകളുമൊക്കെ ചേർക്കുമ്പം നല്ല വായനാ വിഭവമായി മാറും എന്നുള്ളതാണ് എൻ്റെ അതിനെക്കുറിച്ചുള്ള ഒരു ചിന്ത. ഞാൻ സ്റ്റേറ്റ് സെൻട്രൽ ലൈബ്രറിയിലെ ഒരു ജീവനക്കാരൻ വെച്ചാൽ ലൈബ്രറിയനാണ്. കുട്ടികൾക്കായിട്ട് 2 നിലയിലുള്ള ഒരു ലൈബ്രറിയാണ് അവിടെ ഉള്ളത്. വൈകുന്നേരങ്ങളിൽ എന്നെ അതിശയിപ്പിക്കുന്ന ഒരു കാഴ്ചയെന്ന് വെച്ചാൽ രക്ഷകർത്താക്കൾ കുട്ടികളുമായിട്ട് വന്നിരുന്ന് ആ പുസ്തകങ്ങൾ തുറന്ന് വായിച്ചു തുടങ്ങുന്ന കുട്ടികളെയും കൂടെ കൊണ്ടുവന്നിട്ട് അവരുടെ കൂടെ ഇരുന്ന് ഈ രക്ഷകർത്താക്കൾ വായിപ്പിച്ച് എടുക്കുകയാണ്. അവിടെ നിന്നാണ് അവരുടെ വായന തുടരുന്നത്. ഇത് പണ്ടത്തെ കാലമല്ല, ഈ പറഞ്ഞ ഡിജിറ്റൽ യുഗത്തിലെ ഇപ്പോഴും ഞാൻ കാണുന്ന ഒരു കാഴ്ചയാണ്. വായന മരിച്ചു എന്നൊക്കെ നമ്മൾ നിലവിളിക്കുന്നെങ്കിലും അവിടെ വായന മരിക്കുന്നില്ല. ഇപ്പോഴും 3300 പുസ്തകം പോകുന്നുണ്ട് ഒരു ദിവസം. ഇപ്പോൾ എനിക്ക് കൃപയോട് ചോദിക്കാനുള്ളത്, കൃപ ഇപ്പോൾ എഴുതിയ മൺപാവ അറ്റ് സിനി ഫയൽസ് എന്ന് പറയുന്ന ആ കഥയുടെ പ്രത്യേകത, ഒരു പശ്ചിമ ബംഗാളിൽ നിന്ന് വരുന്ന ഒരു കുട്ടിയുടെ കലയെ കേരളത്തിലെ ഒരു പൊതുവിദ്യാലയം കണ്ടെത്തുന്നതാണ്. അതിനു മുൻപ് ഞാൻ വായിച്ചത് നമ്മുടെ ഡോക്ടർ ശ്രീകുമാർ സാറിൻ്റെ കണ്ണൂർ എന്ന് പറയുന്ന കഥയാണ്.
കണ്ണൂരിലെ ഈ കലാപങ്ങൾ കണ്ട് മടുത്ത ഒരു അന്യദേശ തൊഴിലാളിയായ ഒരു കുട്ടി, പക്ഷേ മലയാളത്തിലെ ആദ്യത്തെ രാഷ്ട്രീയ ബാലസാഹിത്യമെന്ന് സാറിൻ്റെ ആ പുസ്തകത്തെ വിശേഷിപ്പിക്കാമെന്ന് തോന്നുന്നു. അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കൃപയുടെ ഈ മൺപാവ ആ മൺപാവ എന്ന് വെച്ചാൽ ക്ലേ മോഡലിങ്ങിൽ ആ കുട്ടിക്ക് സ്കൂളിൽ പുരസ്കാരം കിട്ടുന്നതിലാണ് ആ കഥ അവസാനിക്കുന്നത്. അവിടെ ഉണ്ടാകുന്ന ആ ഒരു മാറ്റം എന്തുകൊണ്ടാണ് മലയാളികളായ കുട്ടികളെയൊക്കെ വിട്ടിട്ട് മറ്റ് നമ്മുടെ സഹോദര സംസ്ഥാനങ്ങളിലേക്ക് പോകാൻ തീരുമാനിച്ചത്? നമസ്കാരം. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വിശാലമായി ആൻസർ കൊടുക്കാൻ പറ്റുന്ന ഒരു ചോദ്യമാണ് ചോദിച്ചത്. ആ പുസ്തകത്തിൻ്റെ പേര്, എൻ്റെ ബാലസാഹിത്യ കൃതിയുടെ പേര് #മൺബാവ @സിനിഫൈൽസ് എന്നാണ്. അതായത് നമ്മൾ എപ്പോഴാണ് ഉപയോഗിക്കാറ്? ഹാഷ്ടാഗ് ചെയ്യേണ്ടി വരുമ്പോൾ. അപ്പം മൺപാവ എന്ന് പറയുന്ന ഒരു സിനിമയാണത്. മൺപാവ എന്ന് പറയുന്ന സിനിമ കുറച്ചേറെ കുട്ടികൾ ചേർന്ന് നിർമ്മിക്കുകയാണ് ചെയ്യുന്നത്. അതാണ് @സിനിഫൈൽസ്. അപ്പോൾ സിനിഫൈൽസിനാണ് അത് മെൻഷൻ ചെയ്യുന്നത് ഇൻസ്റ്റയിൽ. അപ്പോൾ തന്നെ നമ്മൾ അത് ചിത്രീകരിക്കാൻ ശ്രമിച്ചത് ഇതുവരെ ഉണ്ടായിരുന്ന രീതിയിൽ നിന്ന് വ്യത്യസ്തമായി കുട്ടികൾക്ക് ഒരു വായനാനുഭവം കൊടുക്കണം എന്നുള്ള ബോധപൂർവമായ ഉദ്ദേശത്തോടു കൂടിയാണ്. അപ്പം ചോദിച്ചത് എന്തുകൊണ്ടാണ് ബംഗാളിലുള്ള കുട്ടിയെ സ്വീകരിച്ചത് എന്നുള്ളത്. നമ്മുടെ നാട്ടിൽ, കേരളത്തിൽ അടക്കം ഇന്ത്യയിൽ പല സംസ്ഥാനങ്ങളിലും കുട്ടികൾ സംസ്ഥാനം കടന്ന് മറ്റു പലർക്കും പഠിക്കുന്നുണ്ട്. പക്ഷേ കേരളത്തിൻ്റെ കേസിൽ നമുക്കറിയാം, അതിഥി തൊഴിലാളികൾ നമ്മൾ ഏത് ജംഗ്ഷനിൽ ഇറങ്ങി നിന്നാലും മോർണിംഗിൽ അവർ ജോലിക്ക് പോകാൻ വേണ്ടി നിൽക്കുന്നത് കാണാം. അപ്പോൾ അവരുടെയൊക്കെ മക്കളും ഇവിടെ സെറ്റിലായിട്ടുണ്ടെന്നുള്ളതാണ്. ഒരു 20 വർഷം മുൻപ് മുതൽ ഇങ്ങോട്ട് എനിക്ക് തന്നെ നേരിട്ട്, ഞാൻ കുറച്ചു കാലം സ്കൂളിൽ ഒരു 10 വർഷത്തോളം അധ്യാപികയായി ജോലി ചെയ്തയാളാണ്. പിന്നെയാണത് ഡ്രോപ്പ് ചെയ്ത് എഴുത്തിലേക്ക് വന്നത്. അപ്പോൾ നമ്മൾ തന്നെ ഇത്തരം കുട്ടികളെ പഠിപ്പിക്കാനുള്ള അവസരം നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അവർ മലയാളം നമ്മളെയൊക്കെ നന്നായി മലയാളം പഠിക്കുന്നു. കാരണം അവർ പഠിക്കുമ്പോൾ എഴുതിയും വായിച്ചുമോ പഠിക്കുന്നത്. നമ്മൾ അനുകരിച്ചും കേട്ടും പഠിച്ചതിനെ അവർ എഴുതിയും വായിച്ചും പഠിക്കുമ്പോൾ മലയാളി അല്ല എന്ന് നമുക്കൊരിക്കലും മനസ്സിലാവാത്ത രീതിയിൽ നമ്മുടെ സംസ്കാരവുമായി ഇഴുകിച്ചേർന്ന ആ കുട്ടികൾ മാറ്റപ്പെടുന്നു. പക്ഷെ എന്താണ് ഇവരുടെ ചരിത്രം? എന്തുകൊണ്ട് അവരെത്തി? എങ്ങനെ നമ്മുടെ സ്വന്തം കുട്ടികളായി മാറി? അതിഥി തൊഴിലാളി എന്നുള്ള പേര് മാറ്റി നമ്മുടെ കുട്ടികൾ, നമ്മുടെ വീട്ടിലെ കുട്ടികൾ എന്നുള്ളൊരു പേര് അവർക്ക് വരണം എന്നുള്ളൊരാഗ്രഹവും ഇതിന് പിറകിലുണ്ടായിരുന്നു. അങ്ങനെ ഒരു പൊളിറ്റിക്കൽ ഉദ്ദേശവും ചേർത്തുകൊണ്ടാണ് അത് എഴുതിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ ബംഗാളിൽ ഉപജീവനത്തിന് വേണ്ടി സ്കൂളിൽ പോകുന്നതിനോടൊപ്പം കളിമണ്ണ് ഉപയോഗിച്ച് പാത്രങ്ങളുമൊക്കെ ഉണ്ടാക്കി ജീവിച്ചിരുന്ന ഒരു കുട്ടി അതിൻ്റെ അമ്മയെ തിരഞ്ഞ് കേരളത്തിലെത്തുന്ന ഒരു സാഹചര്യവും ഇവിടെ വന്നപ്പോൾ ഇവിടുത്തെ സ്കൂളിൽ എത്തപ്പെടുന്നു. നമ്മുടെ പഞ്ചായത്തും എല്ലാം ഇടപെട്ട് നമ്മുടെ ഇവിടുത്തെ ഈ സർക്കാർ സംവിധാനം എത്ര സജീവമായിട്ടാണ് വിദ്യാഭ്യാസ പ്രക്രിയയിൽ ഇത്തരം കുട്ടികൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതെന്ന് അധ്യാപകർക്ക് നന്നായിട്ട് അറിയാം, ആ ലോകത്ത് ജീവിക്കുന്നവർക്കറിയാം. അപ്പോൾ അതെടുത്ത് കാണിക്കുന്ന രീതിയിലാണ് ആ നോവല് എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ എത്തപ്പെടുന്ന കുട്ടി അവിടെ കളിമൺ തൊഴിലാളി ആയിരുന്ന കുട്ടി ഇവിടെ വന്നപ്പോൾ ക്ലേ മോഡലിംഗ് എന്ന് പറയുന്ന ഒരു നമ്മുടെ പ്രവൃത്തി പരിചയ മേളയുടെ ഭാഗമായി നമ്മുടെ സ്കൂളിലുണ്ടാകുന്ന ഒരു കോമ്പറ്റീഷനാണ് ക്ലേ മോഡലിംഗ്. അപ്പോൾ അതിനകത്ത് പങ്കെടുത്ത് സംസ്ഥാന തലത്തിൽ ആ കുട്ടി വിന്നർ ആവുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് ആ കുട്ടിയുടെ സ്റ്റോറി ആ സ്കൂളുകാർ അറിയുന്നത്. അങ്ങനെ അവർ ആ കുട്ടിയുടെ കഥ ഒരു സിനിമയാക്കി മാറ്റുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ സിനിമകൾ പോലും കുട്ടികൾ നിർമ്മിക്കുന്നു എന്ന് പറയുന്ന ഒരു ഹൈടെക് നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൻ്റെ എല്ലാ സാധ്യതകളും ഉപയോഗിച്ച് എഴുതപ്പെട്ടിട്ടുള്ളതാണ്. പിന്നെ എന്തുകൊണ്ട് അങ്ങനെ എഴുതി എന്നതിനുള്ള ഒരു സാങ്കേതികപരമായിട്ടുള്ള കാര്യം ഫാക്റ്റ് ബേസ്ഡ് ആയിരിക്കണം എപ്പോഴും ഇനി മുതൽ ബാലസാഹിത്യം എന്നുള്ള എൻ്റെ ഒരു ചിന്തയാണ്. ഇപ്പം നമുക്കിവിടെ പറഞ്ഞ ഈ മുത്തശ്ശി കഥകൾ അനിവാര്യമാണ്, അല്ല എന്നല്ല, എല്ലാം അങ്ങനെ തന്നെയാണ്, ഞാൻ എല്ലാത്തിനെയും സമ്മതിക്കുന്നു. പക്ഷെ എനിക്ക് പറയാനുള്ളത് കഥയിൽ ചോദ്യമില്ല എന്ന് പറയുന്ന മുത്തശ്ശി കഥയുടെ ഭാഗമായിട്ടുള്ള ആ ചോദ്യം റദ്ദ് ചെയ്യപ്പെടണം എന്നുള്ളതാണ് എൻ്റെ ഒരു ചിന്ത. കഥയിൽ ചോദ്യമില്ല എന്നത് ജനാധിപത്യ വിരുദ്ധമാണ്. അങ്ങനെ കഥയിൽ ചോദ്യമുണ്ടാവണം, കഥയിൽ ചോദ്യങ്ങളുണ്ടാവണം. കഥയിൽ ഇപ്പോൾ അമ്പ എന്ന് പറയുന്ന സ്ഥലം ഞാൻ ആ നോവലിൽ ഉപയോഗിച്ചിട്ടുണ്ട്. കുട്ടി അമ്പ എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ
സെർച്ച് ചെയ്ത് കിട്ടരുത് എന്ന് പറഞ്ഞു. പക്ഷേ അംബ എന്ന് കുട്ടി സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യയിലെ റിമോട്ടായിട്ടുള്ള ഒരു വില്ലേജാണ് അത് എന്ന് കുട്ടിക്ക് സെർച്ച് ചെയ്ത് കിട്ടണം. വെസ്റ്റ് ബംഗാൾ മുർഷിദാബാദ് എന്ന് ഞാൻ കഥയിൽ പറയുമ്പോൾ മുർഷിദാബാദ് എന്താണെന്ന് ആ കുട്ടി ഫാക്റ്റ് ചെക്ക് ചെയ്ത് കണ്ടെത്തണം. നമുക്ക് കുട്ടികളുടെ കണ്ണ് കെട്ടേണ്ട കാര്യമില്ല. കെട്ടുകഥകൾ നിർമ്മിച്ച് ഇനിയും കുട്ടികളെ പൊട്ടന്മാരാക്കേണ്ട കാര്യമില്ല, പൊട്ടരാക്കേണ്ട കാര്യമില്ല. അവർ സെർച്ച് ചെയ്യുമ്പോൾ അവർക്ക് കിട്ടണം. നമ്മുടെ പാഠ്യപദ്ധതിയുടെ ഭാഗം തന്നെ എന്താണ്? ആസ്ക് ക്വസ്റ്റ്യൻസ് എന്നുള്ളതാണ്. എന്നിട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യുക ആൻസേഴ്സ് എന്നുള്ളതാണ്. അപ്പോൾ പിന്നെ എന്തിന് എഴുത്തുകാർ മാത്രം കുട്ടികളെ വിഡ്ഢിവേഷം കെട്ടിക്കണം എന്നുള്ളതാണ്. നമ്മുടെ അധ്യാപകർ വളരെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി കുട്ടികളെ ഫാക്റ്റുകളോട് യാഥാർത്ഥ്യങ്ങളോട് അടുപ്പിച്ച് സ്വയം സെർച്ച് എഞ്ചിനായും അവർക്കതിനുള്ള മേഖലകൾ തുറന്നു കൊടുത്ത് മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ അതിനേക്കാൾ 10 വർഷം മുന്നിൽ പോകേണ്ട, 20 വർഷം മുന്നിൽ പോകേണ്ട എഴുത്തുകാർ എന്തിന് കെട്ടുകഥകൾ കുട്ടികളുടെ തലയിൽ വെച്ച് കെട്ടണം എന്നുള്ളതാണ്. നമുക്ക് കെട്ടുകഥകളും ചരിത്രം അപനിർമ്മിക്കപ്പെടാനുള്ള സാധ്യതകൾ ബാലസാഹിത്യത്തിലുണ്ട്. പക്ഷേ ഫാക്റ്റ് ഉണ്ടായിരിക്കണം. അതേപോലെ തന്നെ പണ്ട് എന്തായിരുന്നു, അങ്ങനെയല്ല നമ്മൾ പറയും, ഒരിടത്തൊരിടത്ത് ഏതിടത്ത്. പണ്ട് അന്ന് ഗൂഗിൾ മാപ്പില്ല, GPS ഇല്ല. ആ കാലത്ത് ഒരിടത്തൊരിടത്ത് അത് മതി, അന്നത് മതി. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. ഇന്നടത്ത് എന്ന് കുട്ടിക്ക് കൺഫേം ആയില്ലെങ്കിൽ ആ കുട്ടി നമ്മളോട് ചോദിക്കും, ഇതൊക്കെ ഉള്ളതാണോ, ഇതൊക്കെ ഏത് രാജ്യത്താ? നമ്മളെക്കാൾ അവർക്ക് അറിവുണ്ട്. കാരണം ഈ പറഞ്ഞ പോലെ അവർ സെർച്ച് എഞ്ചിൻ അവരുടെ കയ്യിൽ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് സെർച്ച് ചെയ്യാൻ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഇത്രയേ ഉള്ളൂ. AI ചെയ്യാത്തത് നമുക്ക് ചെയ്യാം. കുട്ടികൾ സെർച്ച് ചെയ്ത് കണ്ടെത്താൻ പറ്റാത്ത കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പം അതിൻ്റെ യാഥാർത്ഥ്യം എന്നുള്ളത് അപ്രത്യക്ഷമാണ്, അപ്രസക്തമായി പോവുക ചെയ്യുന്നത്. പിന്നെ ഈ ഫാക്റ്റ് ചെയ്യുമ്പോൾ ചെയ്യാവുന്നൊരു കാര്യം, ശരി, കൂടുതൽ ശരി, ഇന്നത്തെ ശരി ചിലപ്പോൾ നാളത്തെ ശരി ആവണമെന്നില്ല, ഉറപ്പല്ലേ? ചരിത്രം ഉണ്ടെങ്കിൽ പോലും ചരിത്രത്തിന് പോലും പഴുതുകൾ കണ്ടെത്തുകയും അതിനെ മാറ്റി എഴുതേണ്ട അവസ്ഥകൾ ഉണ്ടാവുകയും ചെയ്യുന്നു. അപ്പോൾ ഇന്നത്തെ ശരി നാളത്തെ ശരി ആവണമെന്നില്ല. അപ്പോൾ ഞാൻ എൻ്റെ പുസ്തകത്തിൽ തന്നെ ഈ ക്ലേ മോഡലിംഗ് എന്ന് പറയുന്നത് യാഥാർത്ഥ്യത്തിൽ പ്രവൃത്തി പരിചയ മേളയുടെ ഭാഗമായിട്ടാണ് കണ്ടക്ട് ചെയ്യപ്പെടുന്നു. ഞാനത് കുറേ ആലോചിച്ചു, അത് എഡിറ്റ് ചെയ്ത് മാറ്റണമെന്ന്. കാരണം ഞാൻ സംസ്ഥാന യൂത്ത് ഫെസ്റ്റിവലിൻ്റെ ഭാഗം എന്നാണ് നോവൽ എഴുതിയിട്ടുള്ളത്. അപ്പോൾ എന്നോട് ചില വിദഗ്ധരായ അധ്യാപകർ എന്നെ വിളിച്ച് ചോദിച്ചു, അത് സംസ്ഥാന യൂത്ത് ഫെസ്റ്റിവലിൻ്റെ ഭാഗമല്ല, മറിച്ച് പ്രവൃത്തി പരിചയ മേളയുടെ ഭാഗമാണെന്ന്. അപ്പം ഞാൻ അവരോട് പറഞ്ഞ ഒരു ആൻസറുണ്ട്, അതിനൊരു ന്യായീകരണം ഞാൻ പറയാം. എന്തുകൊണ്ട് നമ്മൾ ഫാക്റ്റിനെ അട്ടിമറിക്കുന്നു എന്നാണ് പറയുന്നത്. എഴുത്തിൽ ഫാക്റ്റിനെ നമുക്ക് ചിലപ്പോൾ അട്ടിമറിക്കാം. കാരണം പക്ഷേ കുട്ടികളാരും എന്നോട് ചോദിച്ചില്ല കേട്ടോ. കാരണം കുട്ടികൾ എന്ത് കാര്യമാണ് ഒരു കഥയിൽ അപ്രസക്തമായി ചിന്തിക്കുക എന്ന് ചിന്തിക്കാനുള്ള ബോധം നമുക്ക് വേണം. അപ്പോൾ അധ്യാപകരാണ് ചോദിച്ചത്. കാരണം ഈ അധ്യാപകരും എഴുതുന്ന ഞാനും ഒരു തലമുറയാണ്. നമ്മളിങ്ങനത്തെ മണ്ടൻ ചോദ്യങ്ങൾ പരസ്പരം ചോദിക്കും. അതാണ് സംഭവിച്ചത്. അപ്പം സംസ്ഥാന സ്കൂൾ യൂത്ത് ഫെസ്റ്റിവൽ എന്ന് പറയുമ്പം പൊതുജനസമ്മതിയുള്ളൊരു ഫാക്റ്റാണ്. പക്ഷേ പ്രവൃത്തി പരിചയ മേളയുടെ ഭാഗമായി നടത്തുന്ന ഈ ക്ലേ മോഡലിംഗ് ചിലപ്പോൾ 5 വർഷം കഴിയുമ്പോൾ പദ്ധതി മാറ്റാനുള്ള സാധ്യതയുണ്ട്. ചിലപ്പോൾ ആ പ്രവൃത്തി പരിചയ മേളയുടെ ഭാഗമായിട്ടല്ലാതെയും അത് സംഭവിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ എടുക്കുന്ന ഫാക്റ്റ് എന്താണ്? പൊതുസമ്മതിയുള്ളത്, പൊതുജനത്തിന് കൂടുതൽ അറിയുന്നത്. അതൊക്കെ നമ്മൾ ബുദ്ധിപൂർവ്വം അക്സെപ്റ്റ് ചെയ്യുക ചെയ്യുന്നത്. എല്ലാം ഫാക്റ്റ് പറ്റുമോ എന്നതിൻ്റെ ഒരു വകതിരിവ് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. പിന്നെ മറ്റൊന്ന് ഏജ് ഗ്രൂപ്പ്. നമ്മുടെ ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെ എനിക്ക് തോന്നുന്നു 4 മുതൽ 6 വരെ, 6 തൊട്ട് 9 ടു 12 വയസ്സ്, 12 ടു 14 വയസ്സ്, 14 മുകളിൽ, അങ്ങനെ പല പ്രായക്കാർക്കും പറ്റുന്ന പ്രസിദ്ധീകരണങ്ങൾ പബ്ലിഷ് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മളൊരു എഴുതുന്നയാൾക്ക് ഒരിക്കലും കുട്ടിയുടെ പ്രായം മനനം ചെയ്തുകൊണ്ട് എഴുതാൻ എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഒന്നാമത് നമ്മൾ ബുദ്ധിപൂർവ്വം തന്നെയാണ് എഴുത്തിൽ ഇടപെടുന്നത് എങ്കിൽ പോലും ആ പ്രായത്തിലുള്ള കുട്ടികൾ ഇന്നത് വായിച്ചെടുക്കട്ടെ എന്ന് ഉദ്ദേശിച്ച് നമുക്ക് ആ ഒരു പ്രത്യേക ഏജ് ഗ്രൂപ്പിന് മാത്രമായിട്ട് എഴുതാൻ സാധിക്കില്ല. അപ്പോൾ നമുക്ക് പിന്നെ എന്ത് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എൻ്റെ എഴുത്തിൽ പ്രാവർത്തികമാക്കിയത് അതാണ്. ഞാൻ തന്നെ സ്വയം അതിനൊരു ടീനേജ് എഴുത്താണ്. ടീനേജ് റീഡേഴ്സിന് 12 എബോവ്, ഒരു 13 എബോവ്, അപ് ടു 18, 18 വരെയുള്ള കുട്ടികൾക്ക് വായിക്കാനുള്ള സംഗതികളാണ് പൊതുവെ കുറവ്. കുഞ്ഞു മക്കൾക്ക് വായിക്കാനുള്ളത് ഒത്തിരിയുണ്ട്. അപ്പോൾ അതിനെങ്ങനെ ചിന്തിക്കാം എഴുത്തുകാർക്ക് എന്നുള്ള എനിക്ക് കിട്ടിയൊരു സൊല്യൂഷൻ ഇതാണ്: വായിച്ചു കൊടുക്കേണ്ട കഥകൾ എഴുതുക, അതേമാതിരി വായിച്ചെടുക്കേണ്ട കഥകൾ എഴുതുക, വായിക്കാൻ പറ്റുന്ന കഥകൾ എഴുതുക. ഈ 3 ബാലസാഹിത്യത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. അത്തരത്തിലാണ് ആ മൻഭാവ അറ്റ് സിനി ഫയൽസിൻ്റെ ഒരു നിർമ്മിതി എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു തിരക്കഥയിൽ ഇതിനു മുൻപും മലയാളത്തിൽ തന്നെ സാഹിത്യ രചനകൾ ബാലസാഹിത്യത്തിൽ ഉണ്ടായിട്ടുണ്ട്. എൻ്റെ നോവലും ഞാൻ ഒരു തിരക്കഥ ഫോർമാറ്റിലാണ്. പക്ഷേ അതിൻ്റെ ടെക്നിക്കൽ സീൻ ബൈ സീനാണ് എൻ്റെ ചാപ്റ്റേഴ്സ് പോകുന്നതെങ്കിൽ പോലും കുട്ടികൾക്കത് മനസ്സിലാവാത്ത രീതിയിൽ ഒരു സിനിമ കാണുന്നത് പോലെയാണ് അത് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത്തരം പരീക്ഷണങ്ങളൊക്കെ നടത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ്
ഈ കഥാപാത്രത്തെയും അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്തത്. താങ്ക് യു. തീർച്ചയായിട്ടും കൃപാമ്പാടിയുടെ നോവല് പഴയ തലമുറയിൽ നിന്നുള്ള ആ മാറ്റം പൂർണ്ണമായി ഉൾക്കൊള്ളുന്ന രീതി തന്നെയാണ് പിന്തുടരുന്നത്. കാരണം തിരക്കഥാ മോഡലാണ്. ഇപ്പോൾ ഞാനിന്ന് സ്റ്റാളിൽ ചെന്നപ്പോൾ പുസ്തകത്തിൻ്റെ കോപ്പി ലഭ്യമല്ല, കാരണം പുസ്തകം വന്നെല്ലാം വിറ്റുപോയി. ഇപ്പോൾ പുതിയ തലമുറയിലെ എഴുത്തുകാർക്കും നല്ല പുരോഗതി ഉണ്ടാകുന്നുണ്ടോ? ബാലസാഹിത്യം അദ്ദേഹം ഒരെണ്ണമേ എഴുതിയിട്ടുള്ളത്. പ്രിയപ്പെട്ട ശ്രീകുമാർ സാറ്, അദ്ദേഹം കുട്ടികൾക്കല്ല മലയാള സാഹിത്യത്തിന് വേണ്ടിയിട്ട് ഒരു ബാലസാഹിത്യ ചരിത്രം തന്നെ നിർമ്മിച്ചു. 200 പുസ്തകങ്ങളിൽ വളരെ അമൂല്യമായ ഒരു പുസ്തകമാണ്. കാരണം ഭാവനയിൽ നിന്ന് കഥ എഴുതുന്നത് പോലെ അത്ര എളുപ്പമല്ല ഒരു സാഹിത്യ ചരിത്രം നിർമ്മിക്കുക എന്നുള്ളത്. വർഷങ്ങളുടെ ഒരു തപസ് തന്നെ അതിൻ്റെ പിന്നാലെ ഉണ്ടാകണം. ഒരു ചെറിയ തെറ്റ് വന്നാൽ ആ ചരിത്രം തന്നെ, ആ പുസ്തകങ്ങൾ മുഴുവനും വിപണിയിൽ നിന്ന് പിൻവലിക്കേണ്ടി വരും. അപ്പോൾ സാറ് ഇതിനു വേണ്ടി ശ്രമിച്ച പരിശ്രമങ്ങളെപ്പറ്റി ഒരു ചെറിയ അഭിപ്രായം. ഞാനത് പറയുന്നതിന് മുമ്പ് വേറൊരു കൃപ പറഞ്ഞതിനൊരു അനുബന്ധമായിട്ടൊരു കാര്യം പറഞ്ഞിട്ട് തുടങ്ങാം. നമ്മളൊക്കെ ഈ ബാലസാഹിത്യത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മൾ കാണുന്ന കുട്ടികളിപ്പോൾ മുമ്പിൽ കമ്പ്യൂട്ടറുള്ള അല്ലെങ്കിൽ സെർച്ച് എഞ്ചിനുള്ള കുട്ടികളാണ്. പക്ഷെ ഞാൻ ഒരുപാട് സാഹിത്യ പരിപാടികൾക്കൊക്കെ ആയിട്ട് നോർത്ത് ഇന്ത്യയിലൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ രാവിലെയൊക്കെ കാണുന്നത് അമ്മയോടൊപ്പം വന്ന് ഇഷ്ടിക ഉണ്ടാക്കുന്ന കുട്ടികൾ, ഹോട്ടലിൽ പണിയെടുക്കുന്ന കുട്ടികൾ. ഞാൻ സങ്കടപ്പെട്ട് കരഞ്ഞു പോയിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ. കൽക്കത്തയിൽ 12-13 വയസ്സുള്ള കുട്ടികൾ വേശ്യാവൃത്തിക്ക് പോകുന്ന പെൺകുട്ടികളെ കണ്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ബാലസാഹിത്യത്തെക്കുറിച്ച് സംസാരിക്കുമ്പോഴൊക്കെ നമ്മൾ ഒരു എലീറ്റ് ക്ലാസ്സിലുള്ള കുട്ടികളെക്കുറിച്ച് മാത്രം സംസാരിക്കുകയും ഇപ്പോൾ എയും ഈ പറഞ്ഞ പുതിയ കാലത്തെ കുട്ടികളെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്യുക. അപ്പോൾ എനിക്ക് എപ്പോഴും ഒരു പ്രയാസം തോന്നിയിട്ടുള്ളത്, നമുക്ക് എങ്ങനെയാണ് ഈ ഒരു അക്ഷരത്തിനടുത്തെത്താത്ത, ബാലസാഹിത്യം അച്ചടിച്ച പുസ്തകമാണ്, അക്ഷരങ്ങളും ഇതൊക്കെ ഉള്ളവർക്ക് വായിക്കാൻ പറ്റുള്ളൂ. പക്ഷേ ഈ ഒരു അക്ഷരത്തിനോടടുത്തെത്താൻ പറ്റാത്ത അല്ലെങ്കിൽ വളരെ നിസ്സഹായരായിട്ടുള്ള ഈ കുട്ടികളെ എങ്ങനെയാണ് നമുക്ക് ബാലസാഹിത്യത്തിന് അഡ്രസ്സ് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ള ഒരു വലിയ ആലോചന, എനിക്ക് ഉത്തരം കിട്ടാത്തൊരു ചോദ്യമാണ്. അതിവിടെ ഇതുപോലത്തെ ഒരു വേദിയിൽ പങ്കുവെക്കണം എന്നുള്ളതുകൊണ്ടാണ്. ഇപ്പോൾ നമ്മളൊരു വാക്ക് പുസ്തകത്തിൽ വായിക്കുന്നു, സെർച്ച് എഞ്ചിനോ, ഇതൊന്നും കണ്ടിട്ടേ ഇല്ലാത്ത കുട്ടികൾ ഇന്നും ഒരുപാടുണ്ട്. നമ്മൾ കേരളത്തിലെ അപേക്ഷയല്ല ഞാൻ പറയുന്നത്, ഇന്ത്യയുടെ മൊത്തത്തിൽ വെച്ച് നോക്കുമ്പോഴുള്ള ആ ഒരു എവിടെയോ കിടക്കപ്പെടുന്ന നിസ്സഹായമായ ഒരു ബാല്യത്തെ എങ്ങനെ ബാലസാഹിത്യവുമായി അടുപ്പിക്കുക എന്നുള്ളൊരു വലിയ ചോദ്യം എല്ലാ വേദികളിലും ഞാൻ പങ്കുവയ്ക്കുന്ന ഒന്നാണ്. ഒറ്റ ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞിട്ട് ഞാനിങ്ങനെ കണ്ണൂർ എന്ന് പറയുന്ന പുസ്തകം എഴുതി. ആ കണ്ണൂർ എന്ന് പറഞ്ഞ പുസ്തകം എഴുതി കഴിഞ്ഞപ്പോൾ എനിക്കൊരു ദിവസം ഒരു കത്ത് വരികയാണ് ഒരു കുട്ടിയുടെ. കണ്ണൂരുള്ള കുട്ടിയാണ്, ശിവഗാമി എന്നാണ് ആ കുട്ടിയുടെ പേര്. ഇതുപോലെ തമിഴ്നാട്ടിൽ നിന്ന് കുടിയേറിയ ഒരു കുട്ടിയാണ്. അപ്പോൾ എനിക്ക് കത്ത് വന്നിട്ട് പറഞ്ഞു, സാറിൻ്റെ ആ പുസ്തകം എൻ്റെ ഉണ്ടായിരുന്നു, ആ പുസ്തകം എൻ്റെ നിന്ന് കേടുവന്നു പോയി. അപ്പോൾ സ്കൂളിൽ ആ പുസ്തകം ചോദിക്കുന്നുണ്ട്, ഒരു കോപ്പി അയച്ചു തരാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ നോക്കിയിട്ടൊരു കോപ്പി ഉണ്ടായിരുന്നു, കോപ്പി അയച്ചു കൊടുത്തു. പിന്നെ ഞാനത് അങ്ങോട്ട് മറന്നു. കുറേ കഴിഞ്ഞപ്പോൾ ഈ കുട്ടിയുടെ ഒരു കത്ത് വരികയാണ്, സാറിനോട് ഞാൻ നുണ പറഞ്ഞതാണ്, സാർ എന്നോട് ക്ഷമിക്കണം, അത് അങ്ങനെ ചീത്തയായി പോയതല്ല, എൻ്റെ അച്ഛൻ മരിച്ചു പോയതാണ്, അമ്മ വേറൊരാളുടെ കൂടെയാണ് താമസിക്കുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ പുസ്തകം ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുക, മണ്ണെണ്ണ വിളക്കിൻ്റെ അടുത്ത് വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ അമ്മയുടെ കൂടെ താമസിക്കുന്ന അയാൾ വന്നിട്ട് എന്നെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ എന്നോട് ദേഷ്യപ്പെട്ടിട്ട് ഞാൻ അതിനെ എതിർത്ത് കഴിഞ്ഞപ്പോൾ എന്നോട് ദേഷ്യപ്പെട്ട് ആ പുസ്തകം വാങ്ങി അടുപ്പിലിട്ട് കത്തിച്ച് കളഞ്ഞതാണ്. ഇപ്പോൾ ആ ഉപദ്രവം കൂടിക്കൂടി വരികയാണ്, എനിക്ക് എന്തെങ്കിലും സാറിന് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ടൊരു കത്ത് വന്ന് ആലോചിക്കണം. ഈ കുട്ടി 11 വയസ്സുള്ള പെൺകുട്ടിയാണെന്ന് ആലോചിക്കണം. ബാലസാഹിത്യ പുസ്തകമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ വരുന്ന സാധനമാണ്. ഇപ്പോഴും എനിക്ക് അറിയില്ല കുട്ടി എവിടെയാണുള്ളത്. ഞാൻ എന്നിട്ട് ആ കത്തന്ന് അജിത, ഇവിടെ നക്സൽ പ്രസ്ഥാനമായിട്ടൊക്കെ ബന്ധപ്പെട്ട അജിതയുടെ അന്വേഷിക്ക് ഫോർവേഡ് ചെയ്യുകയും അങ്ങോട്ട് അന്വേഷിച്ച് ചെന്ന് അവിടെ പോലീസ് പോയി അന്വേഷിച്ചതിന് ശേഷം അവരെവിടെയോ അവിടെ നിന്ന് താമസം മാറിപ്പോയി എന്നറിയാം. എനിക്കറിയില്ല ആ കുട്ടി ഇന്ന് എവിടെയുണ്ടെന്ന്. നല്ല രീതിയിലായി എന്ന് നമുക്ക് ശുഭാപ്തി വിശ്വാസിയാവാം. പക്ഷേ ഇതുപോലത്തെ ഒരുപാട് കുട്ടികളുണ്ട്. അങ്ങനെയുള്ളവരെ കൂടി നമ്മളൊരു വിഭാഗക്കാരെ മാറ്റി നിർത്തിക്കൊണ്ട് ഈ കുട്ടികളിലേക്ക് കൂടി എങ്ങനെ ബാലസാഹിത്യം എത്തിക്കാം എന്നുള്ളൊരു ചിന്ത ഞാൻ പങ്കുവയ്ക്കട്ടെ. പിന്നെ എന്നോട് ചോദിച്ച ചോദ്യം, ഒരുപാട് സാഹിത്യ ചരിത്രങ്ങൾ നമുക്കുണ്ട്. കവിതയ്ക്ക് ഒരുപാട് സാഹിത്യ ചരിത്രമുണ്ട്, നോവലിന് 2 ഉണ്ട്, ചെറുകഥയ്ക്ക് 2 ഉണ്ട്, നാടകത്തിന് 2-3 സാഹിത്യ ചരിത്രങ്ങളുണ്ട്. അപ്പോൾ ഞാൻ ആലോചിച്ചു, എന്തുകൊണ്ട് ബാലസാഹിത്യത്തിന് ഒരു ചരിത്രം ഇല്ലാതായിക്കൂടാ എന്നുള്ളൊരു പ്രശ്നം ആലോചിച്ചു. പിന്നെ എനിക്കതിലൊരു അഭംഗിയും അനൗചിത്യം ഉണ്ടായിരുന്നു. കാരണം ഞാൻ ഈ ബാലസാഹിത്യ രംഗത്ത് സജീവമായി നിൽക്കുന്ന ഞാൻ തന്നെ ചരിത്രം എഴുതുമ്പോൾ എന്നെ എവിടെ പ്ലേസ് ചെയ്യും എന്നുള്ളൊരു പ്രശ്നം ഉണ്ടായിരുന്നു. പക്ഷേ ഞാനത് അങ്ങനൊരു ചരിത്രം ആവശ്യമുണ്ട്. ബാലസാഹിത്യത്തിന് വേണ്ടി ഇത്രയേറെ സംഭാവനകൾ നൽകിയിട്ടുള്ള, ഇത്രയേറെ പാരമ്പര്യമുള്ള ആളുകളുണ്ട്. അപ്പോൾ അവർ ജീവിതം ഹോമിച്ചത് ബാലസാഹിത്യത്തിന് വേണ്ടിയാണ്. അതിന് ചരിത്രത്തിൽ എവിടെയെങ്കിലും ഇടം കിട്ടണം എന്നുള്ളൊരു നിർബന്ധം കൊണ്ടാണ് ആ പുസ്തകം എഴുതാനായിട്ട്. എൻ്റെ ഒരു 4-5 കൊല്ലത്തെ പണിയാണ്. അത് പൂർണ്ണമെന്നൊന്നും അവകാശപ്പെടാൻ സാധിക്കില്ല. ഇപ്പോൾ തന്നെ അപ്ഡേറ്റ് ചെയ്യേണ്ട ആവശ്യം വന്നു കഴിഞ്ഞിട്ടുണ്ട്. ഒരുപാട് പുതിയ എഴുത്തുകാർ വന്നിട്ടുണ്ട്, അതെല്ലാം അതിലേക്ക് കൊണ്ടുവരേണ്ടതുണ്ട്. എങ്കിലും
ഇനിയും മലയാള ബാലസാഹിത്യം കുട്ടികൾക്ക് ഇത് മതി, അല്ലെങ്കിൽ ബാലസാഹിത്യം എന്ന് പറയുന്ന ഒരു അരക്കവി സ്ഥാനേ ഉള്ളൂ എന്ന് പറയുന്നവർക്ക് മുന്നിലേക്കില്ല. മലയാളത്തിന് ഇത്രയേറെ സമ്പന്നമായ ഒരു പൈതൃകം മലയാള ബാലസാഹിത്യത്തിനുണ്ട് എന്ന് കാണിക്കാൻ 2 വോളിയമുള്ള 1500 പേജുള്ള ആ പുസ്തകം കൊണ്ട് സാധ്യമായി എന്നുള്ളൊരു സന്തോഷം എനിക്കുണ്ട്. കാരണം കഥാകൃത്തും കവിയും നോവലിസ്റ്റും മാത്രം മലയാള സാഹിത്യത്തിൻ്റെ അതിരുകളിലൂടെ നടന്നു പോയാൽ പോരാ, ബാലസാഹിത്യം എഴുതുന്ന വരുന്ന തലമുറയിലെ കുട്ടികളെ വാർത്തെടുക്കുന്ന ബാലസാഹിത്യകാരന്മാർക്ക് കൂടി ചരിത്രത്തിൽ ഇടം വേണം എന്നുള്ള ഒരു നിർബന്ധം കൊണ്ടാണ് അത്രയേറെ ശ്രമകരമായിട്ട് ആ പുസ്തകം ചെയ്തത്. ആ പുസ്തകത്തിൽ ഞാൻ എന്നെ പ്ലേസ് ചെയ്തത് മറ്റൊരാളെ കൊണ്ട് എൻ്റെ ബയോഡേറ്റ കൊടുത്ത് ഞാൻ എഴുതിച്ച സാധനമാണ് അത് ചേർത്തിട്ടല്ലാതെ ആണ്ടി നല്ല അടിക്കാരനാണെന്ന് ആണ്ടി പറയുന്നത് പോലെ ഞാൻ തന്നെ അതിൽ എഴുതുകയല്ല ചെയ്തതെന്നും കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി. ഇന്ന് കുട്ടികളുടെ കരച്ചിൽ നിർത്താനായിട്ട് അമ്മമാർ തന്നെയാണ് ആദ്യമായിട്ട് അവരുടെ മുന്നിലേക്ക് വിഷ്വലുകൾ ഉള്ള മൊബൈൽ ഫോൺ എടുത്ത് കൊടുക്കുന്നത്. കുട്ടി പെട്ടെന്ന് കരച്ചിൽ നിർത്തുകയാണ്. അപ്പോൾ എന്നിട്ട് നമ്മൾ വിലപിക്കുന്നത് എന്താണ്? വായനയിൽ നിന്ന് കുട്ടി അകന്നു പോയി എന്നാണ്. അപ്പോൾ ഉണ്ണി സാറിന് എന്താണ് ഈ കുട്ടികൾ വായനയിൽ നിന്ന് അകന്നു പോകുന്നു എന്ന് ആരെങ്കിലും എവിടെങ്കിലും പറയുന്നുണ്ടെങ്കിൽ ഏത് ഭാഗത്താണ് അതിൻ്റെ ഒരു പോരായ്മ കാണാൻ കഴിയുന്നത്? ഞാൻ ആദ്യം ശ്രീകുമാർ സാറ് പറഞ്ഞ കാര്യവും കൃപ പറഞ്ഞ കാര്യത്തിന് അനുബന്ധമായിട്ട് കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. ഭാവനയെക്കുറിച്ച് ഇവിടെ പറഞ്ഞു, ശ്രീകുമാർ സാറ് പറഞ്ഞു അരികുവൽക്കരിക്കപ്പെട്ട വേദന അനുഭവിക്കുന്ന ദുരിതം അനുഭവിക്കുന്ന കുട്ടികളുടെ കാര്യം പറഞ്ഞു. ഇപ്പോൾ ഞാനിപ്പോൾ എഴുതിക്കൊണ്ടിരിക്കുന്ന ഒരു പുസ്തകം മിടുക്കരായ ഇന്ത്യൻ കുട്ടികളെന്നാണ് പേര്. അത് 1 വർഷമായി എഴുതാൻ തുടങ്ങിയിട്ട് തീർന്നില്ല. മണിപ്പൂരിലെ കലാപമാണ് വിഷയം. അത് എനിക്കൊരു നേരിട്ടൊരു ചെറിയ അനുഭവം ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയത്. അതായത് മണിപ്പൂരിൽ നിന്നിപ്പോൾ വിദ്യാസമ്പന്നരായ കുറച്ച് ആളുകൾ കേരളത്തിലെ പല സ്കൂളുകളിലും ജോലി ചെയ്യുന്നുണ്ട്. എയ്ഡഡ് സ്കൂളല്ല, അൺഎയ്ഡഡ് സ്കൂൾ. അപ്പോൾ ഞാനൊരു അൺഎയ്ഡഡ് സ്കൂളിലെ അധ്യാപകനാണ്. അപ്പോൾ അവിടെ മണിപ്പൂരിൽ നിന്ന് ജോലിക്ക് വന്ന കുറച്ച് ചെറുപ്പക്കാരായ സ്ത്രീകളും പുരുഷന്മാരും ഉണ്ട്. അവരോട് ചോദിച്ച് അറിഞ്ഞ് അവിടുത്തെ ആ കുട്ടികൾ അനുഭവിച്ച വേദന, സാറ് പറഞ്ഞതുപോലെ നമ്മുടെ നെഞ്ചിലേക്ക് ഒരു വാള് കുത്തി ഇറക്കുന്നതുപോലെ തോന്നും അവരുടെ വേദന. ഞാൻ ഈ നോവലിൽ പ്രതിപാദിച്ച 4 കുട്ടികളുടെ ഒരു വീട്. ഈ വീട്ടിൻ്റെ മുമ്പിൽ ഒരു മരമുണ്ട്. ആ മരത്തിൽ 41 എന്ന നമ്പറിട്ടിട്ട് പോലീസുകാർ പോയി. തലേ ദിവസം വരെ 40 എന്ന് നമ്പറിട്ട 40 വീടുകളും ഇടിച്ച് നിരത്തി. ഇത് നമ്മൾ അറിയാത്ത ചരിത്രമാണ്, അല്ലെങ്കിൽ മീഡിയ നമുക്ക് നൽകാത്ത ചരിത്രമാണ്. 40 വീടുകളും പള്ളികളും എല്ലാം ഇടിച്ച് നിരത്തി. പക്ഷേ ഈ 41 എന്ന സംഖ്യ ഈ പോലീസുകാരോ അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ തലത്തിൽ നിന്നുള്ള ആളുകളോ കാണാതെ പോയി. അപ്പോൾ ഈ കുട്ടി ചോദിക്കുന്ന ചോദ്യമുണ്ട്, എന്തിനാണ് അച്ഛാ ഈ 41 എന്ന നമ്പർ ഇട്ടിരിക്കുന്നത്? അത് കഴിഞ്ഞിട്ട് 2 ദിവസം കഴിയുമ്പോൾ ഈ കുട്ടികളൊക്കെ ചിതറിപ്പോവുകയാണ്. ഈ 4 കുട്ടികൾ 4 ഇടങ്ങളിലേക്ക് ചിതറിപ്പോവുകയാണ്. അപ്പോൾ അവരുടെ അപ്പനെക്കുറിച്ചുള്ള ഓർമ്മ, അമ്മയെക്കുറിച്ചുള്ള ഓർമ്മ, അവർ കറുത്തവരാണ് എന്നുള്ള ഞങ്ങൾ കറുത്തവരാണ് എന്നുള്ളൊരു ഒറ്റ കാരണം കൊണ്ട് അവർ തിരസ്കരിക്കപ്പെടുന്നു. ഇനി വെളുത്തവരുടെ നാട്ടിലേക്ക്, അതായത് ഇംഫാലിലേക്ക് ഈ കുട്ടികളെ കൂട്ടിക്കൊണ്ടുപോകാൻ വേണ്ടി ഒരു അമ്മാവൻ വരുന്നു. അമ്മാവൻ്റെ കൂടെ പോകാൻ ശ്രമിക്കുമ്പോൾ ഈ സാമൂഹിക പ്രതിബദ്ധതയുള്ള കറുത്തവരുടെ പ്രതീകമായ അച്ഛൻ അതിനെ തടയുന്നു. 2 കുട്ടികൾ അച്ഛൻ്റെ കൂടെ നിൽക്കുന്നു, ബാക്കി 2 കുട്ടികൾ അമ്മാവൻ്റെ കൂടെ പോകാൻ ശ്രമിക്കുന്നു. ഒടുവിൽ ഈ 4 കുട്ടികളും ചിതറി 4 ഇടങ്ങളിൽ എത്തുന്നു. ഈ കുട്ടികൾക്ക് എന്തു സംഭവിച്ചു എന്നറിയാൻ സാധിക്കാതെ കുട്ടികൾ പരസ്പരം വിങ്ങുന്നൊരവസ്ഥയുണ്ട്. പലപ്പോഴും നമ്മുടെ കോടതി, നമ്മുടെ നിയമ സംവിധാനങ്ങൾ, നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ്, നമ്മുടെ പാഠപുസ്തകം, ഞാൻ ആരെയും കുറ്റം പറയുന്നതല്ല, പരിഷ്കരിച്ച പാഠപുസ്തകങ്ങൾ എടുത്ത് നോക്കിയാൽ അറിയാം അത് എത്രത്തോളം ചൈൽഡ് ഫ്രണ്ട്ലിയാണ്, അല്ലെങ്കിൽ അത് എത്രത്തോളം കുട്ടികളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട്. ഒരു കോടതിയിൽ, ഒരു ഫാമിലി കോർട്ടിൽ പോയാൽ അറിയാം എത്രത്തോളം അത് കുട്ടികൾക്ക് വിരുദ്ധമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. പോലീസിൻ്റെ പെരുമാറ്റം എത്രത്തോളം കുട്ടികൾക്ക് വിരുദ്ധമാണെന്ന് നമുക്ക് അതുമായി ബന്ധപ്പെടുമ്പോൾ മനസ്സിലാക്കാം. ഞാൻ ഒരുപാട് കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് എനിക്കറിയാം. എൻ്റെ മക്കൾ 2 പേരും ഇവിടെ ഇരിപ്പുണ്ട്, അവരിതിനെല്ലാം സാക്ഷിയാണ്. അപ്പോൾ ഈ കുട്ടികളുടെ സ്വഭാവവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ കുട്ടികളുടെ ജീവിത സാഹചര്യവുമായി ബന്ധപ്പെട്ട് വളരെ ഓപ്പോസിറ്റായിട്ടാണ് പലപ്പോഴും നമ്മുടെ ഈ സമൂഹം മുന്നോട്ട് പോകുന്നത് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കലാപം ഉണ്ടാകുമ്പോൾ കുട്ടികളെക്കുറിച്ച് ആരും ചിന്തിക്കാറില്ല. എനിക്കൊന്ന് മണിപ്പൂരിലെ കുട്ടികളെക്കുറിച്ച് അപൂർവമായിട്ടാണ് നമ്മൾ പത്രമാധ്യമങ്ങളിൽ കൂടി കേട്ടറിഞ്ഞത്. എന്നാൽ ഗാസയിലെ കുട്ടികളെക്കുറിച്ച് നമ്മൾ നന്നായിട്ട് സംസാരിക്കുകയും ചെയ്തു. ഈ മണിപ്പൂരിലെ കുട്ടികൾ അനുഭവിച്ച വേദന, ഒരിടത്ത് ഒരു കുട്ടി, ഞാൻ നേരിട്ട് ആ കുട്ടിയോട് സംസാരിച്ചതാണ് ഈ മണിപ്പൂരിൽ നിന്ന് വന്ന ഈ ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ടപ്പോൾ. ഈ കുട്ടി ചോദിച്ച ചോദ്യം ഇതാണ്, അങ്കിൾ അവിടെ എവിടെയെങ്കിലും
എൻ്റെ ചേട്ടൻ ഉണ്ടാകുമോ? അപ്പം ഞാൻ ചോദിച്ചു ചേട്ടൻ്റെ പേര് പറഞ്ഞു. ഇനി വീട്ടുപേരോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല. കാരണം നമ്മൾ ഈ പത്രത്തിൽ വായിക്കുന്ന വാർത്ത പോലെയല്ല, എല്ലാം തകർത്ത് തരിപ്പണമാക്കിയ ഒരു പ്രദേശമാണത്. അവിടെ അപ്പനെ നഷ്ടപ്പെട്ട, അമ്മയെ നഷ്ടപ്പെട്ട ധാരാളം കുട്ടികളുണ്ട്. അവർ അനാഥാലയത്തിലോ അല്ലെങ്കിൽ മറ്റ് ഇടങ്ങളിലോ ഇപ്പോഴും താമസിക്കുന്നുണ്ട്. അവരെക്കുറിച്ചുള്ള വിവരങ്ങൾ ലഭ്യമാകുന്ന മുറയ്ക്ക് ഗവൺമെൻറ് പുനരധിവാസ സംവിധാനങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷേ അത് എത്രത്തോളം സക്സസ് ആണ് എന്ന് നമുക്കറിയില്ല. കാരണം ഞാൻ ഈ സാറ് പറഞ്ഞതുപോലെ ഞാൻ കരഞ്ഞിട്ടുണ്ട്. ഈ ഒരു സംഭവം ഞാൻ കേട്ടിട്ട് ഞാൻ കരഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ പുസ്തകം എഴുതിയത്. ഒടുവിൽ ഈ പറഞ്ഞതുപോലെ ഞാൻ ഇനി കൃപയുടെ പറഞ്ഞ ഭാവനയുടെ ഘട്ടത്തിലേക്ക് വരികയാണ്. ഈ സാഹചര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് കേരളത്തിലെ കുട്ടികൾ ഒരു റോബോട്ടിക് സംവിധാനം ഉണ്ടാക്കുന്നുണ്ട് കലാപങ്ങൾക്കെതിരായിട്ട്. അത് ഞാൻ പറയുന്നില്ല, അത് ആ പുസ്തകം വായിച്ച് മനസ്സിലാക്കിയാൽ മാത്രം മതി. ഇപ്പോഴത്തെ AI സാധ്യത വിപുലപ്പെടുത്തിയിട്ട് കലാപങ്ങളെ എങ്ങനെ ചെറുക്കാം, അല്ലെങ്കിൽ വർഗീയതയെ എങ്ങനെ ചെറുക്കാം, അല്ലെങ്കിൽ കറുത്തവൻ വെളുത്തവൻ എന്നുള്ള ഈ അവസ്ഥയെ എങ്ങനെ ചെറുക്കാം എന്ന് എൻ്റെ ഭാവനയിൽ വിടർന്ന വളരെ ജെനുവിനായ തിയറിറ്റിക്കലായിട്ടുള്ള ഒരു കാര്യം ഞാൻ ആ പുസ്തകത്തിൽ അവതരിപ്പിക്കുന്നുണ്ട്. അത് സയൻറ്റിഫിക്കാണ്, സയൻസാണ്, എന്നാൽ അല്പം ഭാവന കൂടി കലർത്തി അത് അവതരിപ്പിക്കുന്നുണ്ട്. ഇത്തരം സാഹചര്യത്തിൽ നമ്മൾ അല്പം ഭാവന കൂടി അതിൽ ഉൾപ്പെടുത്തിയില്ലെങ്കിൽ നമുക്ക് മണിപ്പൂരിൻ്റെ ഒരു കാര്യം അവതരിപ്പിക്കുമ്പോൾ പ്യൂവറായിട്ട് അത് മണിപ്പൂരിൻ്റെ ചരിത്രം, അല്ലെങ്കിൽ മണിപ്പൂരിൻ്റെ ഭൂമിശാസ്ത്രം, അല്ലെങ്കിൽ മണിപ്പൂരിൻ്റെ കലാപത്തിൽ രക്തരൂഷിതമായ വിപ്ലവം ഒരു കുട്ടിയുടെ മുമ്പിൽ നമുക്ക് പൂർണ്ണമായിട്ടും അതേപടി നമുക്ക് അവതരിപ്പിക്കാൻ പറ്റില്ല. അവിടെയെല്ലാം ചിലപ്പോൾ നമ്മൾ മറക്കേണ്ടി വരും, മാറ്റേണ്ടി വരും. ഇപ്പോൾ എഡ്യൂക്കേഷനിൽ തന്നെ സെക്സ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഒരു പുസ്തകം ഞാനാണ് എഴുതേണ്ടി വരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഫാക്റ്റായിട്ട് പറയത്തില്ല. അത്യാവശ്യ വിവരങ്ങൾ മാത്രം ഉൾപ്പെടുത്തി മാത്രമേ എനിക്കിത് പറയാൻ പറ്റൂ. കാരണം എനിക്കറിയാവുന്ന കാര്യം, ഞാൻ ഈ സ്കൂളിൽ വർക്ക് ചെയ്യുന്ന ആളാണ്, ഞാൻ സ്റ്റുഡൻസ് കൗൺസിലറാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ മുമ്പിൽ വന്നിരിക്കുന്ന കുട്ടി ഈ കാണുന്നതും കേൾക്കുന്നതും കാര്യങ്ങളുടെ യഥാർത്ഥം അല്ലെങ്കിൽ എന്താണെന്ന് അവർ മനസ്സിലാക്കത്തില്ല. ഇവിടെ ഇപ്പോൾ ചോദിച്ചൊരു ചോദ്യമുണ്ട് മൊബൈൽ ഫോണിനെ കുറിച്ച്. അതിൻ്റെ ഉത്തരത്തിലേക്ക് ഞാൻ വരാം. കാണുന്ന കാര്യങ്ങളുടെ വ്യാഖ്യാനം ഒരു കുട്ടി മനസ്സിലാക്കണമെന്നില്ല. ഇപ്പോൾ ഗാന്ധിജിയെക്കുറിച്ച് ഞാൻ ഒരു ചോദ്യം ചോദിച്ചപ്പോൾ ശ്രീകുമാരൻ സാറിനറിയാം, എൻ്റെ ഒരു പുസ്തകം 5 പതിപ്പിലെത്തിയ ഒരു പുസ്തകമുണ്ട്, വരൂ കുട്ടികളെ ബാപ്പുജി വിളിക്കുന്നു. ഇത് എഴുതാനുള്ളൊരു സാഹചര്യമുണ്ട്. ഞാനിവിടുത്തെ ഏറ്റവും വലിയ വിദ്യാലയമായ ക്രൈസ്റ്റ് നഗർ സ്കൂളിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു കുട്ടിയോട് ഗാന്ധി ആരാണെന്ന് ചോദിച്ചപ്പോൾ ഉടനെ ഒരു 10 രൂപ നോട്ടെടുത്ത് കാണിച്ചിട്ട് പറഞ്ഞു ഇതാണെന്ന് പറഞ്ഞു. ഇത് സത്യമാണ്. ഇന്ത്യൻ എക്സ്പ്രസ് എനിക്കൊരു ഇൻ്റർവ്യൂ തന്നപ്പോൾ ഞാനത് അതുപോലെ പറഞ്ഞു. സ്കൂളിൻ്റെ പേരുമൊക്കെ പറഞ്ഞതെന്ന് വെച്ചാൽ ഇതാണ്, 10 രൂപ നോട്ടിലെ ഒരു മുത്തശ്ശനാണ്, ഒരു അപ്പൂപ്പനാണ് ഗാന്ധി എന്നുള്ള അവസ്ഥ വിട്ടിട്ട് ഗാന്ധിജി എന്ന് പറയുന്ന വ്യക്തിത്വത്തിലേക്കും അതിൻ്റെ സന്ദേശത്തിലേക്കും ഒരു വ്യാഖ്യാനം ഈ കുട്ടിക്ക് ലഭിക്കുന്നില്ല. പകരം അറിവ് എന്തായി മാറുന്നു? വെറും ഇൻഫർമേഷൻ മാത്രമായി മാറുന്നൊരു ലോകത്താണ് ജീവിക്കുന്നത്. അറിവ് ഇൻഫർമേഷനായി മാറുന്നു, അറിവ് വ്യാഖ്യാനമാകുന്നില്ല. ഗാന്ധിജി എന്ന് ജനിച്ചു, ഒക്ടോബർ 2 ജനിച്ചു. എന്താണ് എൻ്റെ പ്രത്യേകത? അന്ന് അവധിയാണ്. ഇതിലേക്ക് അപ്പുറം ഗാന്ധി എന്താണെന്ന് പറയുന്നില്ല. സുനിൽ പി ഇളയിടം പറഞ്ഞതുപോലെ 1948 ഗാന്ധിജി മരിച്ചു. ഇത് ഗാന്ധിജി മരിച്ചു എന്ന് പറയുന്ന ഇൻഫർമേഷനാണ്. മറിച്ച് ഗാന്ധിജി മരിക്കാനുണ്ടായ സാഹചര്യവും അതെന്നു മുതൽ തുടങ്ങിയതാണ് എന്നുള്ള അവസ്ഥയിലേക്കൊന്നും ഈ കുട്ടി പോകുന്നില്ല. അപ്പോൾ ഈ അറിവ് ഒരു വ്യാഖ്യാന തലത്തിലേക്ക് പോകാത്തൊരു സാഹചര്യം നമ്മുടെ കുട്ടി അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ കിട്ടുന്ന അറിവ് എന്താണ്, എങ്ങനെയാണ് എന്ന് വിവേചിച്ചറിയാനുള്ള ഒരു എന്താണ് പറയുന്നത്, ഒരു കഴിവിൻ്റെ ഒരു പരിമിതി പലപ്പോഴും ഇന്നത്തെ കുട്ടികൾ അനുഭവിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ സ്പൂൺ ഫീഡിങ് ഉണ്ട് എല്ലായിടത്തും. അതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ കോരി കൊടുക്കുകയാണ് ചെയ്യുന്ന കുട്ടിക്ക്, അല്ലാതെ കുട്ടിയെ കൊണ്ട് സ്വയം ചെയ്ത് ശീലിപ്പിക്കുന്നത് വളരെ കുറവാണ്. അത് പൊതുവിദ്യാലയത്തിലാണെങ്കിലും മറ്റ് വിദ്യാലയത്തിലാണെങ്കിലും അങ്ങനെയാണ് കണ്ടുവരുന്നതെന്നാണ് എൻ്റെ ഒരു വലിയ അഭിപ്രായം. കാരണം ഞാൻ ഈ ഫീൽഡുമായിട്ട് നിരന്തരം ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയായതുകൊണ്ട്. ഇനി ഞാൻ ചോദ്യത്തിന് ഉത്തരമായി വരാം. ഇപ്പോൾ നമ്മുടെ കുട്ടികൾ ഗ്ലോ കിഡ്സ്, എൻ്റെ ഒരു പുസ്തകം പുതിയ വരാൻ പോകുന്ന ഒരു പുസ്തകത്തിൻ്റെ പേര് തന്നെ ആൻറ്റി ഗ്ലോ എന്നാണ്. ഈ ഗ്ലോ നമ്മുടെ ഈ മൊബൈൽ ഫോണൊക്കെ എങ്ങനെയാണ് കുട്ടികളെ അത് നല്ല രീതിയിലും സ്വാധീനിക്കാം, മോശപ്പെട്ട രീതിയിലും സ്വാധീനിക്കാം. അവരുടെ സഹോദരങ്ങളാണ് ഈ മൊബൈൽ ഫോണൊക്കെ. മൊബൈൽ ഫോൺ അവരുടെ കൂടെ പിറന്നതാണ്. നമുക്കൊരിക്കലും അവരെ മൊബൈൽ ഫോണിൽ നിന്നോ അല്ലെങ്കിൽ മോഡേൺ ഡിവൈസസിൽ നിന്നോ മാറ്റി നിർത്താൻ പറ്റില്ല. പക്ഷേ പകരം മറ്റൊന്ന് ചെയ്യാം. അത് ഞാൻ പറയാം. എൻ്റെ ക്ലാസ്സിൽ വന്നൊരു കുട്ടിയോട് ഞാൻ ചോദിച്ചു, ഇന്നലെ എന്താണ് കവിത പഠിക്കാത്തത്, വായിക്കാത്തതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, അച്ഛൻ മൊബൈൽ കുത്തിക്കൊണ്ടിരുന്നു, അത് കഴിഞ്ഞ് ഞാൻ മൊബൈൽ കുത്തി എന്ന് പറഞ്ഞു. ഈ മൊബൈൽ കുത്തുക എന്നാണ് എല്ലാവരും പറയുന്നത്. ഈ മൊബൈൽ കുത്തുക എന്നുള്ളത് റീൽസ് കാണുക, അത് കാണുക, ഇത് കാണുക എന്നതിനപ്പുറം കുട്ടിക്ക് അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് വേണ്ട കാര്യങ്ങൾ എടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു വസ്തുവായിട്ട് ഈ മൊബൈലിനെയോ മോഡേൺ ഡിവൈസസിനെ കാണാതെ വേണ്ടാത്ത കാര്യങ്ങളിലേക്ക് പോകുമ്പോഴാണ് ആകെ മനസ്സും സമൂഹവും സിറ്റുവേഷനും മലീമസമാകുന്നത് ഒരു കാലഘട്ടം കൂടിയാണിത്. അതായത് ഇപ്പോൾ അപ്പൻ നോക്കിക്കൊണ്ടിരിക്കുന്ന റീൽസാണ്.
റീൽസ് നോക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ച് ഇപ്പോൾ മോഡേൺ സ്റ്റഡീസ് ഇറങ്ങിയിട്ടുണ്ട്. സ്വിറ്റ്സർലൻഡിലും മറ്റ് പല രാജ്യങ്ങളിലും നിരോധിച്ചിട്ടുണ്ട്. 15 വയസ്സ് കഴിഞ്ഞാൽ കുട്ടി മൊബൈൽ ഫോൺ തൊടണ്ട എന്നൊരു നിയമം വന്നിട്ടുണ്ട്. പക്ഷേ നമുക്കിവിടെ വന്നിട്ടില്ല. ഈ റീൽസ് കാണുമ്പോൾ കുട്ടിക്ക് സൈക്കോളജിക്കലായിട്ട് ഒരുപാട് പ്രോബ്ലം ഉണ്ട്. ഞാൻ ഈ ലയോള സൈക്കോളജിയിൽ PG എടുത്ത ആളാണ്, അതുകൊണ്ട് എനിക്കറിയാം. ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല. അപ്പോൾ അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുള്ളത് കൊണ്ട് നമുക്ക് ഈ കുട്ടിയെ നന്മയിലേക്ക് കൊണ്ടുവരാം. എങ്ങനെ? വീട്ടിൽ ഈ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നതിന് ഒരു രീതി, ഒരു സമ്പ്രദായം ഉണ്ടാക്കണം. എങ്ങനെയാണ്? അപ്പൻ ഉപയോഗിക്കുന്നതേ മക്കൾ ഉപയോഗിക്കുള്ളൂ. എന്തുപയോഗിക്കാം, എന്തുപയോഗിച്ചുകൂടാ? അപ്പൻ ഉപയോഗിക്കുന്നതേ മക്കൾ ഉപയോഗിക്കും. അപ്പോൾ നമ്മൾ വീട്ടിൽ എന്തുപയോഗിക്കുന്നു അല്ലെങ്കിൽ എങ്ങനെ ഉപയോഗിക്കുന്നു, അങ്ങനെ ഒരു സാധ്യത കൊണ്ടുവരാം. ഇനി ഈ മൊബൈലിൽ കൂടി തന്നെ വായന സാധ്യമാണ്. ധാരാളം ഇൻഫർമേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മൊബൈലിൽ കിട്ടും. മൊബൈലിൻ്റെയും മറ്റ് മോഡേൺ ഡിവൈസസിൻ്റെയും ഒക്കെ പുതിയ പുതിയ കാര്യങ്ങൾ നമുക്ക് ലഭ്യമാകുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരുപാട് കാര്യങ്ങൾ ഒരു മൊബൈൽ കൊണ്ട് നമുക്ക് സാധ്യമാകും. ഈ ഒരു മേഖലയിലേക്ക് കുട്ടിയെ തിരിച്ചു വിട്ടുകൊണ്ട്, നന്മയുടെ മേഖലയിലേക്ക് തിരിച്ചു വിട്ടുകൊണ്ട് നമുക്ക് കുട്ടിയെ രക്ഷിക്കാൻ പറ്റും. ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാൻ ഞാൻ, കുട്ടി ഉരുകിയ മെഴുകിന് തുല്യമാണ് കുട്ടിയുടെ മനസ്സ്. ഉരുകിയ മെഴുകിന് തുല്യമാണ് കുട്ടിയുടെ മനസ്സ്. ഏത് രൂപത്തിൽ മോൾഡ് ചെയ്യാൻ നമുക്ക് അധ്യാപകർക്ക്, ഈ സമൂഹത്തിന്, രക്ഷാകർത്താക്കൾക്ക് സാധിക്കും എന്നാണ് എൻ്റെ അഭിപ്രായം. ഓക്കെ ഉണ്ണിമാഷേ. സിബി സാറേ, ഈ രക്ഷകർത്താക്കൾക്ക് എന്ത് ഉപദേശമാണ് ഒരു ചുരുക്കി, വളരെ, കാരണം നമുക്ക് ഓഡിയൻസിൻ്റെ ഒരു ചോദ്യങ്ങളിലൂടെ കേൾക്കേണ്ടതുണ്ട്. രക്ഷകർത്താക്കൾക്ക്, പ്രത്യേകിച്ച് കുട്ടികൾ, ഒരു സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളുള്ളവർക്ക് കൊടുക്കാനുള്ള സാറിൻ്റെ ഒരു ഉപദേശമാണ്? നമ്മളതിനെ ഉപദേശം എന്ന നിലയിൽ കാണണ്ട എന്നാണ് എനിക്ക് കൂടുതലും തോന്നിയിട്ടുള്ളത്. ഈ രക്ഷാകർത്താക്കൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് അവർക്ക് നല്ല കൂട്ടുകാരായി മാറുക, ഒപ്പം നല്ല കൂട്ടുകാരെ കൊടുക്കുക. അപ്പം നമ്മൾ ഈ നല്ല കൂട്ടുകാരെ എങ്ങനെ കൊടുക്കാം? ഞാൻ ആലോചിച്ചിട്ടുണ്ട്, ഞാൻ ചെറുപ്പത്തിൽ വായിച്ചിട്ടുള്ള നല്ല കഥകൾ, കിട്ടിയിട്ടുള്ള നല്ല പുസ്തകങ്ങൾ, അത്തരം വായനയിൽ കണ്ടെടുത്ത കാര്യങ്ങളും ആ വായനയിൽ നമ്മൾ പരിചയപ്പെട്ട കഥാപാത്രങ്ങളും പല വിധത്തിൽ നമ്മളെ സ്വാധീനിച്ചിട്ടുണ്ട്. അവർ നമ്മളിൽ പല വിധത്തിലുള്ള വിസ്മയങ്ങൾ ജനിപ്പിച്ചിട്ടുണ്ട്. അവരിൽ പലരും ആകാൻ ഒരാഗ്രഹം ജനിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കൂട്ടിൻ്റെ കൈപിടിച്ച നമ്മൾ മുന്നോട്ട് വളരുന്നതും നമ്മുടെ എഴുത്തിനെ വളർത്തിയെടുക്കുന്നതും. അപ്പോൾ എനിക്ക് തോന്നുന്നത് നല്ല പുസ്തകങ്ങൾ കൊടുക്കുക, രക്ഷകർത്താക്കൾ നല്ല പുസ്തകങ്ങൾ പരിചയപ്പെടുത്തി കൊടുക്കുക, നല്ല ആളുകളെ പരിചയപ്പെടുത്തി കൊടുക്കുമ്പം നീ ഇത് വായിക്കട എന്നും പറഞ്ഞ് ഒരു പുസ്തകം കൊണ്ട് അടിച്ചേൽപ്പിക്കുന്ന ഒരു രീതി വേണ്ട. അവരുടെ കൂടെ ഇരുന്ന് വായിക്കാം, അവരെ കൊണ്ട് അതിനെക്കുറിച്ച് കുറിപ്പുകൾ തയ്യാറാക്കാം, അതിനകത്തുള്ള കഥാപാത്രങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യിക്കാം, ഒരു കഥ വേണേൽ മാറ്റി എഴുതിപ്പിക്കാം. ഒരു കഥ ചർച്ച ചെയ്തിട്ട് വീട്ടിലുള്ള എല്ലാവരോടും, മാതാപിതാക്കളും കുട്ടികളോട് ഇരുന്ന് ആ കഥയുടെ പുതിയൊരു സീനുണ്ടാക്കട്ടെ, പുതിയൊരു എൻഡിലേക്ക് പോകട്ടെ. ഇങ്ങനെയുള്ള പലവിധ ഇതിനെയൊക്കെ ഒരു ഉപദേശത്തിൻ്റെ ഒരു വകഭേദമായിട്ട് കണ്ടാൽ മതി. അവരോട് കൂടെ ആയിരിക്കുക, നല്ല ആളുകളെ പരിചയപ്പെടുത്തി തരിക. എൻ്റെ പിതാവ് ഒരു കൃഷിക്കാരനായിരുന്നു. പക്ഷേ അദ്ദേഹം ഈ ഗ്രാമീണ ലൈബ്രറികളിൽ പോകുന്നതും പുസ്തകം എടുത്തുകൊണ്ട് വരുന്നതും വായിക്കുന്നതും കണ്ടിട്ടുണ്ട്. അപ്പം ഞാൻ വളർന്നപ്പോൾ ഞാൻ ആ ലൈബ്രറികളിലെല്ലാം പോയി മെമ്പർഷിപ്പ് എടുത്തു, അവിടെ നിന്നെല്ലാം പുസ്തകം എടുത്ത് വായിച്ചു. അപ്പോൾ അതെനിക്ക് എല്ലാ കാലവും ഞാൻ ഓർക്കുന്ന ഒരു കാര്യമാണ്. ചാച്ചൻ കിടക്കാൻ ഉറങ്ങുന്ന കട്ടിലിൻ്റെ അടുത്തൊരു മേശയുണ്ട്, ആ മേശയുടെ പുറത്ത് പുസ്തകം വായിച്ചിട്ട് അവിടെ വെച്ചിട്ടുണ്ടാവും, നമ്മളും അതെടുത്ത് നോക്കും, വായിക്കും. അപ്പം ഇങ്ങനെ ഒരു സംസ്കാരം നമ്മളിലേക്ക് വന്നതാണ്. അപ്പം എന്നാൽ എന്നോട് നീ വായിക്കണമെന്ന് പറഞ്ഞിട്ടില്ല, പക്ഷേ ഞാൻ വായിക്കാൻ വായിച്ചു തുടങ്ങിക്കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഒരു രസക്കൂട്ട് കിട്ടിക്കഴിഞ്ഞപ്പോൾ നമ്മൾ പുതിയ ഇതിലേക്ക് പോന്നു. അപ്പം ശരിക്കും പറഞ്ഞാൽ നമ്മൾ കുട്ടികളെ കൈപിടിച്ച് നടത്തുക, അവരുടെ കൂടെ ആയിരിക്കുക, നല്ല പുസ്തകങ്ങൾ പരിചയപ്പെടുത്തി കൊടുക്കുക, അതൊക്കെ ആയിരിക്കാം ഏറ്റവും നല്ല വഴി. വിലക്കുകൾ വേണ്ട, അവരെ അതിലേക്ക് പയ്യെ വിളക്കി ചേർത്താൽ മതി എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം ഏറ്റവും നല്ല ഒരു കാര്യം നല്ല പുസ്തകങ്ങൾ ഉണ്ടാകുക, അത് വെറുതെ ലൈബ്രറികളിൽ ഇരിക്കരുത്. അതാണൊരു പ്രശ്നം. പലപ്പോഴും ഇപ്പോൾ സംഭവിക്കുന്ന പുസ്തകങ്ങൾ ലൈബ്രറികളിൽ ഇരുന്ന് പോവുക. അത് മാതാപിതാക്കളും അധ്യാപകരും ഒക്കെ അത് എടുത്തുകൊണ്ട് വന്ന് കുട്ടികളെ പരിചയപ്പെടുത്തി അതിലേക്ക് പതിയെ നയിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർ സ്റ്റാർട്ട് ചെയ്ത് അങ്ങ് പൊക്കോളും എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. സാറിൻ്റെ ഒരു നല്ല നിർദ്ദേശം തന്നെയാണ്. നമ്മുടെ ഈ പാരമ്പര്യ ശൈലിയിലുള്ള ബാലസാഹിത്യത്തിന് ഒരു മാറ്റം കൊണ്ടുവന്ന തരത്തിൽ കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ ശാസ്ത്ര പുസ്തകങ്ങളാണ്. ഇപ്പോൾ ഒരു കൃപാമ്പാടിക്ക് ഒരു കുഞ്ഞുവാവയുടെ അമ്മയാണ്. അപ്പോൾ ആ കുഞ്ഞുവാവയ്ക്ക് എന്ത് കഥകളാണ് ഇപ്പോൾ പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുന്നത്? എൻ്റെ വാവ വലുതായി,
അല്ല, എൻ്റെ കുഞ്ഞുമാവ വലുതായി എന്ന് പറയാം. പക്ഷേ ചോദ്യം എനിക്ക് മനസ്സിലായി. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. വായിച്ചു കൊടുക്കേണ്ട കഥകളുണ്ട്, വായിച്ചു കൊടുക്കേണ്ട കഥകൾ, അതേപോലെ വായിച്ചെടുക്കേണ്ട കഥകൾ. അടുത്ത സ്റ്റേജാണ് കുട്ടിയുടെ. അപ്പോൾ എന്ത് കഥയാണ് പറഞ്ഞു കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്കറിയാത്ത കുറേ കാര്യങ്ങൾ ആ കുട്ടിക്ക് അറിയാം. അതിനർത്ഥം നമുക്കറിയുന്നത് ആ കുട്ടിയെ അടിച്ചേൽപ്പിക്കുക എന്നല്ല. ഇപ്പോൾ ടെമ്പിൾ റൺ എന്താണെന്ന് ഞാൻ അറിഞ്ഞത് എൻ്റെ മോനത് കളിക്കാൻ തുടങ്ങിയതിന് ശേഷമാണ്. 2 വയസ്സുള്ള കുട്ടി പടാന്ന് ടെമ്പിൾ റൺ കളിക്കുക. എനിക്ക് അതിൻ്റെ ഒരു അറ്റത്ത് തൊടാൻ പറ്റിയില്ല. അതിനർത്ഥം എൻ്റെ സ്പീഡാണ് അവൻ്റെ സ്പീഡ് എന്ന് ഞാൻ ആക്കി കഴിഞ്ഞാൽ കഥയിലും ജീവിതത്തിലും അത് അങ്ങനെ സംഭവിക്കും. എൻ്റെ 100 ഇരട്ടി വേഗതയുള്ളവനാണ് അവൻ. അപ്പോൾ എനിക്കൊരിക്കലും ഈ സമൂഹം മൊത്തം പ്രശ്നത്തിലാണ്, ഇവിടെ കുട്ടികളെല്ലാം സ്പീഡാണ്, ഗെയിം കളിച്ച് പ്രശ്നത്തിലാണ് എന്ന് പറഞ്ഞ് എൻ്റെ മോനിലൂടെ സമൂഹത്തെയോ അല്ലെങ്കിൽ സമൂഹത്തെ മൊത്തത്തിലോ എനിക്ക് ശരിയാക്കാൻ പറ്റില്ല. അപ്പോൾ എനിക്ക് ചെയ്യാൻ പറ്റുന്ന എന്താണ്, അവൻ്റെ വേഗത കുറയ്ക്കാൻ വേഗത കുറഞ്ഞ കഥകൾ വേഗത കുറഞ്ഞ താളത്തിൽ അവനെ കേൾപ്പിക്കുക. അതിന് ഈ പറഞ്ഞ പോലെ കുറച്ചൊക്കെ യാഥാർത്ഥ്യവുമായി ഒത്തുപോകുന്നതായിരിക്കും ഞാൻ സെലക്ട് ചെയ്യുന്നുണ്ടായിരിക്കുക. ഒരു പക്ഷേ എനിക്ക് നിർമ്മിക്കാൻ പറ്റിയില്ലെങ്കിൽ യാഥാർത്ഥ്യവുമായി ഒത്തുപോകുന്ന കഥകൾ. സെൻസിറ്റീവായിട്ടുള്ള കണ്ടൻറ് എടുക്കണമെന്നില്ലല്ലോ. ഇപ്പം ശ്രീകുമാർ സാർ പറഞ്ഞു, നമ്മൾ സൊസൈറ്റിയിലെ ഇന്ത്യ എന്ന് പറയുന്നത് വൈവിധ്യമാണ്, അതിനകത്ത് ദാരിദ്ര്യം ഇങ്ങേയറ്റമുണ്ട്, ഉണ്ണിയേട്ടനും പറയണ്ട അങ്ങേയറ്റമുണ്ട്. അപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്ന സാർവത്രികമായിട്ടും സമ്പൂർണ്ണമായിട്ടും എഡ്യൂക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ഒരു രാജ്യത്ത് ജീവിക്കുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് വിദ്യാഭ്യാസത്തിലൂടെ തന്നെ കുട്ടിയെ സാഹിത്യം പരിചയപ്പെടുത്തുക, അവരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അക്ബർ ചക്രവർത്തിയുടെ ചരിത്രം പഠിപ്പിക്കുന്നതിനേക്കാൾ എത്രയോ ഭേദമാണ് അക്ബർ ചക്രവർത്തിയെ ആര് പാഠം പഠിപ്പിക്കും എന്ന പുസ്തകം കൊടുക്കുന്നത്. അപ്പോൾ കുട്ടിക്ക് ചോദ്യമായി, ആര് പാഠം പഠിപ്പിക്കും, അതെന്താടാ, മനസ്സിലായില്ലേ? അപ്പോൾ അതേപോലെ തന്നെ വൈ ആർ യു അഫ്രൈഡ് ടു ഹോൾഡ് മൈ ഹാൻഡ്സ്, ശൈലാധറിൻ്റെ ബുക്കാണ്. നമ്മുടെ ചില സാഹചര്യങ്ങളിൽ നമുക്ക് നമ്മുടെ കഥ പറഞ്ഞ് കേൾപ്പിക്കാൻ പറ്റാത്തപ്പോൾ നിങ്ങൾ എന്തിന് എൻ്റെ കൈ പിടിക്കാൻ ഭയപ്പെടുന്നു എന്നൊരു ചോദ്യം എനിക്ക് കുട്ടിയോട് ചോദിക്കാം. നീ എൻ്റെ കൈ പിടിച്ച് നടക്കണമെന്ന് പറയാൻ എനിക്ക് അധികാരമൊന്നുമില്ല. ഞാൻ അധ്യാപികയാണെങ്കിലും ഞാൻ മാതാവാണെങ്കിലും എനിക്ക് അധികാരമില്ല നീ എൻ്റെ കൈ പിടിച്ച് നടക്കണമെന്ന് പറയാൻ. അപ്പം ഞാൻ കേൾപ്പിക്കേണ്ട കഥകൾ എനിക്ക് ചുറ്റുമുണ്ട്, ഞാൻ പരതണം. മറ്റ് ഭാഷയിലായിരിക്കും ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്ത് അവനെ കേൾപ്പിക്കണം. അങ്ങനെ ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെ വേണം അതിനെ നമ്മൾ കൈകാര്യം ചെയ്യാൻ എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. സദസ്സിലിരിക്കുന്ന കൊച്ചു കൂട്ടുകാർക്ക് ചുരുക്കി എളുപ്പം നമ്മുടെ സമയം തീരാൻ പോവുകയാണ്. ഓടിയോ, എന്തോ മോടെ പേരെന്താ, പേരൂടെ പറഞ്ഞു. വരദ എന്നാണ് എൻ്റെ പേര്. എൻ്റെ പേര് വരദ എന്നാണ്. ഞാനൊരു എഴുത്തുകാരിയാണ്. ശ്രീകുമാർ സാറിന് എന്നെ ഓർമ്മയുണ്ടോയെന്ന് അറിയില്ല. ഊഞ്ഞാലിക്കുട്ടിയുടെ ഉമ്മിണി കാര്യങ്ങൾ എന്ന പുസ്തകത്തിൽ ആശംസ എഴുതിയത് സാറാണ്. അപ്പോൾ എൻ്റെ ചോദ്യം ഇതാണ്, കുട്ടികൾ ഇപ്പോൾ വായനയിലേക്ക് എത്താൻ അല്ലെങ്കിൽ വായനയെ ഇഷ്ടപ്പെടാൻ മടിക്കുന്ന ഒരു കാര്യമുണ്ട്. പലരുടെ വീട്ടിലും ഇപ്പോൾ കഥകൾ ഒത്തിരി അറിയാവുന്ന മുത്തശ്ശനോ മുത്തശ്ശിയോ ഒന്നുമില്ല. പണ്ടൊക്കെ കഥകളിൽ ഞാൻ കേട്ടതാണ്, എനിക്കും അങ്ങനെ ഒരു മുത്തശ്ശിയോ ഇല്ല. ഞാനാണ് അവർക്ക് കഥകൾ പറഞ്ഞു കൊടുക്കാറ്. അപ്പോൾ കുട്ടികൾ സ്വന്തമായിട്ട് പുസ്തകം വായിച്ച് പുസ്തകത്തെ തൊട്ടു തലോടി ആ പുസ്തകത്തെ നന്നായി മനസ്സിലാക്കി വായനയിലേക്ക് എത്താൻ എന്താണ് ചെയ്യേണ്ടത് സാർ? മോളെ, എനിക്കതൊക്കെ ഇതിനൊക്കെ ഉത്തരം പറയാൻ ഭയങ്കര പേടിയുള്ളൊരു മനുഷ്യനാണ്. കാരണം നിങ്ങളോടൊക്കെ സംസാരിക്കേണ്ടത് എന്നുള്ളത് വലിയ പ്രശ്നമാണ്. മോളുടെ പുസ്തകം എനിക്ക് ഓർമ്മയുണ്ട്, പെട്ടെന്ന് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായില്ല എന്നേ ഉള്ളൂ. നിങ്ങളോട് ഇന്നത് വായിക്കണമെന്ന് പറയാനുള്ളൊരു ഒരു ഒരു എന്താ പറയുക, ഒരു ആത്മവിശ്വാസം എനിക്കില്ല. കാരണം നിങ്ങളുടെ ടേസ്റ്റ് എന്താണെന്ന് അറിയുന്നത് വലിയ പ്രശ്നമാണ്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും പിന്നെ മോളൊക്കെ ഇപ്പോൾ പുസ്തകങ്ങൾ അന്വേഷിച്ച് പിടിച്ച് വായിച്ച് പുസ്തകങ്ങൾ അങ്ങ് ഇട്ട് തരാം. അതിൽ നിന്ന് വേണ്ടത് വായിക്കുക, വേണ്ടത് ഇഷ്ടപ്പെടുക, വേണ്ടതിനെ നെഞ്ചോട് ചേർക്കുക എന്നുള്ളതല്ലാതെ ഇത് നല്ല പുസ്തകമാണെന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് തരാൻ പറ്റില്ല. അതൊരു അധ്യാപകനും പറ്റില്ല, ഒരു രക്ഷിതാവിനും പറ്റില്ല എന്ന് വിചാരിക്കണം. ഇപ്പോൾ ടോട്ടോച്ചാൻ എല്ലാ കാലത്തെയും ക്ലാസിക് പുസ്തകമാണ്, അത് നല്ലതാണെന്ന് എനിക്ക് പറയാം. അല്ലാതെ പുതിയ കാലത്തെ മൂല്യങ്ങൾ നമ്മൾ തമ്മിൽ ഭയങ്കര വ്യത്യാസം ഉള്ളത് കൊണ്ട് തന്നെ നിൻ്റെ ഒരു പ്രായത്തിലുള്ള കുട്ടികളുടെ ഒരു ടേസ്റ്റ് എന്താണെന്നും അറിയൽ വലിയ പ്രയാസമുള്ള കാര്യമാണ്. പക്ഷേ എനിക്കൊരു ആത്മവിശ്വാസമുണ്ട്, വായിക്കാൻ താല്പര്യമുള്ള എല്ലാ കാലത്തും കുറവായിരുന്നു. ഇപ്പോൾ വളരെ കുറച്ച് പിള്ളേരെ വായിക്കുന്നുള്ളൂ എന്ന് പറയുന്ന ഒരുപാട് പേരെ ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ പഠിക്കുന്ന കാലത്തും എൻ്റെ ക്ലാസ്സിൽ 4-5 പേര് മാത്രം വായിക്കുകയും ബാക്കിയുള്ളവരൊക്കെ വായിക്കാതിരിക്കുകയും ചെയ്യുന്ന കാലം തന്നെയാണ്. അത് മൊബൈൽ പോലുള്ള പുതിയ മായിക വിദ്യകളില്ല എന്ന് മാത്രമേ ഉള്ളൂ. അത് എല്ലാ കാലത്തും വായിക്കുന്നവർ കുറവായിരുന്നു. പക്ഷേ വായിക്കുന്നവർ പുസ്തകങ്ങൾ അന്വേഷിച്ച് പിടിച്ച് വായിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന കുട്ടികളുണ്ട് എന്നുള്ളതാണ് ഏറ്റവും സന്തോഷമുള്ള കാര്യം. അല്ലാതെ ഇന്ന പുസ്തകം വായിക്കുക എന്ന് പറയുന്ന ഒരു രീതി ഇന്നത്തെ കാലത്ത് പറ്റില്ല. കാരണം ഇപ്പം ഞാൻ എഴുതിയൊരു പുസ്തകം നല്ലതാണെന്ന് എനിക്ക് പറയാനുള്ള ഒരു അവകാശമൊക്കെ ഉണ്ടാവാം, പക്ഷേ അത് കുട്ടിക്ക് ഇഷ്ടപ്പെടണമെന്നുള്ളത് വളരെ പ്രധാനമാണ്. ഏറ്റവും നല്ല
വിധികർത്താക്കളാണ് കുട്ടികൾ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, ഓരോ വരി എഴുതുമ്പോഴും പേടിച്ചാണ്. ഇപ്പോൾ എനിക്ക് ഇത്തരം വേദികളിൽ കുട്ടികളുടെ ചോദ്യങ്ങളെ അഭിമുഖീകരിക്കുക ഭയമുള്ള ആളാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പറഞ്ഞതുപോലെ എനിക്ക് അപ്പുറത്തേക്ക് ചിന്തിക്കുന്നവരാണ് നിങ്ങൾ. ഇപ്പോൾ മറ്റേ ഇത് മണ്ണാങ്കട്ടയും കരിയിലേയും കൂടെ കാശിക്ക് പോയ കഥ ഇങ്ങനെ പറഞ്ഞു വന്നു കഴിഞ്ഞപ്പോൾ അവസാനം എത്തിയപ്പോൾ ഒരു കുട്ടി പറഞ്ഞ കഥ നമുക്കിങ്ങനെ മാറ്റാം. മഴയും കാറ്റും ഒരുമിച്ച് വന്നപ്പോൾ പോക്കറ്റിൽ നിന്നുള്ള പോപ്പി കൂടെ എടുത്ത് വിടുത്തി പിടിച്ച് അതിൻ്റെ ചോട്ടിൽ നടന്നു പോയി എന്ന് മാറ്റാമെന്ന് പറയുന്ന കുട്ടികളുടെ കാലത്താണ് നമ്മൾ ഈ പുനരാഖ്യാന കഥകളുമായിട്ടൊക്കെ ചെല്ലുന്നത്. പക്ഷേ ഏത് കാലത്തെയും കുട്ടികളുടെ ഉള്ളിലൊക്കെ സ്പർശിക്കുന്ന കുറേ കാര്യമുണ്ട്. അത് യാതൊരു സംശയമില്ലാത്ത കാര്യം. ഈ മണ്ണാങ്കട്ടയും കരിയിലയുടെയും കഥ ഏത് പ്രായത്തിലുള്ള ഏത് കാലത്തെ കുട്ടി കേട്ടാലും അവസാനം വളരെ കൂട്ടുകാരായിരുന്ന മണ്ണാങ്കട്ടയും കരിയിലെയും വിധിയുടെ അലംഘനീയമായ അവസ്ഥയിൽപ്പെട്ട് ഇല്ലാണ്ടായി എന്ന് പറയുമ്പോൾ തോന്നുന്നൊരു ചെറിയ സങ്കടമുണ്ടല്ലോ, ഒരു ചെറിയ വിങ്ങലുണ്ടല്ലോ. അത് ഇന്ന് ആ കഥ കേട്ടാലും എനിക്കുണ്ട്. അത് ഏത് കാലത്തെ കാലത്തെ കുട്ടിയെയും സ്പർശിക്കാൻ തോന്നുന്ന ഒന്നാണ്. അതാണ് കഥയുടെ ഒരു വലിയ, ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഒരിടത്തൊരിടത്തെന്നോ പണ്ടൊരിക്കലെന്നോ പറയുന്നിടത്ത് കഥയുടെ ഒരു വലിയൊരു സ്പർശമുണ്ട്. അത് നിങ്ങൾക്ക് അത് എത്രയോ തലമുറയായി പറഞ്ഞു വന്ന കഥകളുടെ ഒന്നാണ് ഈ പണ്ടൊരിടത്ത് ഒരാളുണ്ടായിരുന്നു എന്ന് പറയുന്നത്. അതൊരു കാലത്തിൻ്റെ പഴക്കം, നൂറ്റാണ്ടുകളുടെ പതിറ്റാണ്ടുകളുടെയൊക്കെ അപ്പുറത്തുള്ളൊരു മാനവരാശിയുടെ കഥയുടെ ഒരു ആർദ്രത പറയുന്ന ഒന്നാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ഞാൻ വിചാരിക്കുന്നു എല്ലാ കാലത്തും കുട്ടികൾ കഥയെ ഇഷ്ടപ്പെടും. എല്ലാവരും കഥയുള്ളവരായി തീരുന്നത് അതുകൊണ്ടാണ്, ഇല്ലേ? കഥയില്ലായ്മയ്ക്ക് അപ്പുറത്തേക്ക് കഥയുള്ളവരാക്കുക എന്നുള്ളതാണ് കഥയുടെ പ്രധാനപ്പെട്ട ഒരു കാര്യം. കഥയ്ക്ക് നമ്മൾ വലിയ പ്രാധാന്യം കൊടുക്കണം. അതുകൊണ്ടാണ് വായനയിലേക്ക് കൊണ്ടുവരിക കുട്ടികൾ. ഞാൻ പറഞ്ഞില്ലേ, എനിക്കിപ്പോൾ കുറേ പുസ്തകങ്ങൾ കൊണ്ടുവന്നിട്ട് മോൾക്ക് തരാൻ പറ്റും. പക്ഷേ അത് വായിപ്പിക്കുക എന്ന് പറയുന്നത്, നിങ്ങൾക്ക് കുതിരയെ നമുക്ക് കൊണ്ടുപോയിട്ട് പുഴയുടെ അടുത്ത് കൊണ്ട് നിർത്താൻ പറ്റും, വെള്ളം കുടിക്കണമെങ്കിൽ കുതിരയ്ക്ക് തോന്നണം എന്ന് പറയുന്നത് പോലെ പിന്നെ നല്ല പുസ്തകങ്ങളെപ്പറ്റി ഞാൻ വായിച്ച് എനിക്ക് നല്ലതാണെന്ന് തോന്നുന്ന പുസ്തകങ്ങളെപ്പറ്റി എനിക്ക് ഒരു ക്ലാസ്സിൽ നിന്നുള്ള രീതിയിലല്ലാതെ വായന ഇഷ്ടപ്പെടുന്ന കുട്ടികളോട് പറഞ്ഞു തരാൻ പറ്റും. ആ കുട്ടിക്ക് അത് വായിച്ചിട്ട് അത് ഇഷ്ടപ്പെടാതിരിക്കാം. ഓരോ കഥയും 10 പേര് വായിക്കുന്ന 10 തരത്തിലാണ്, അല്ലേ? അപ്പോൾ വായനയിലേക്ക് കൊണ്ടുവരിക എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും വായിക്കാൻ തോന്നുക എന്നുള്ളത് പ്രധാനമാണ്. നല്ല പുസ്തകങ്ങൾ എന്ന് എനിക്ക് തോന്നിയതിനെ പറ്റിയിട്ട് എനിക്ക് വളരെ സ്നേഹത്തോടു കൂടി മോളോട് പറഞ്ഞു തരാൻ പറ്റും. അത് ഇഷ്ടപ്പെടണമെന്നോ അത് ഞാൻ വായിച്ച കഥ നല്ലതല്ല എന്ന് പറയാനുള്ള അവകാശവും മോൾക്കുണ്ട്. അത് ജനാധിപത്യപരമായ ഒന്നാണ് ആസ്വാദനം എന്ന് പറയുന്നത്. നമ്മുടെ കൃപയ്ക്ക് മോളോട് 2 വാക്ക് പറയാറുണ്ട്. മോൾ ചോദിച്ചത് മോളുടെ ടേസ്റ്റ് എന്താണെന്ന് ഒരു പക്ഷേ മോൾക്ക് തിരിച്ചറിയാൻ സാധിക്കില്ല. അപ്പോൾ എങ്ങനെ ആ ടേസ്റ്റ് മറ്റൊരാൾക്ക് കണ്ടെത്താൻ കഴിയുമെന്നുള്ളതാണ്. അപ്പോൾ ഒരു കുട്ടി എന്ന നിലയിൽ മുതിർന്ന ഒരാൾക്ക് അതിനകത്ത് കുറച്ച് ഉത്തരവാദിത്തമുണ്ട്, അത് കണ്ടെത്തി കൊടുക്കാൻ സഹായിക്കുക എന്നുള്ളതിൽ. അപ്പം നമ്മൾ കുടിപ്പള്ളിക്കൂടങ്ങളുടെ കാലഘട്ടത്തിലല്ല ജീവിക്കുന്നത്. അത് പറഞ്ഞാൽ എന്താണെന്ന് മോൾക്കറിയോ? അപ്പോൾ എനിക്കും അറിയില്ല, ഞാനും അങ്ങനെ പഠിച്ചിട്ടുള്ള ആളല്ല. എങ്കിലും പറഞ്ഞു കേട്ടത് വെച്ച് വീടുകളിലുള്ളൊരു അങ്ങനെയുള്ളൊരു സമ്പ്രദായം. നമ്മൾ ആ കാലഘട്ടത്തിലല്ല ജീവിക്കുന്നത്. നമുക്ക് കൃത്യമായി മോണിറ്ററിങ് കിട്ടുന്ന ഒരു വിദ്യാഭ്യാസ സമ്പ്രദായമുണ്ട്. നിങ്ങൾ പഠിക്കുന്ന സ്കൂളുകൾ നിങ്ങൾക്ക് ക്ലബ്ബുകളുണ്ട്, നിങ്ങൾക്ക് നിരവധി സാഹിത്യ സംവിധാനങ്ങളുണ്ട്. എന്നെക്കാളും വ്യക്തമായി അതിൻ്റെ ടേംസ് കുട്ടിക്ക് അറിയാം. അപ്പം നമുക്ക് ഇവിടെ ടീച്ചേഴ്സിനാണ് റോൾ എന്ന് പറയുന്നത്. നമ്മൾ സ്റ്റുഡൻറ്റ് സെൻറ്റേഡ് ആയിട്ടുള്ള ഒരു വിദ്യാഭ്യാസ പ്രക്രിയയിലല്ല ഇടപെടുന്നത്. സ്റ്റുഡൻറ്റ് സെൻറ്റേഡ് ആണ് നമ്മൾ ഇടപെടുന്നത്. പക്ഷേ പണ്ട് അങ്ങനെ അല്ലായിരുന്നു. സ്റ്റുഡൻറ്റ് സെൻറ്റേഡ് അല്ല, ടീച്ചർ സെൻറ്റേഡ് ആയിരുന്നു. അപ്പോൾ സ്റ്റുഡൻറ്റ് സെൻറ്റേഡ് ആയിട്ടുള്ള ഒരു വിദ്യാഭ്യാസ പ്രക്രിയയുടെ ഭാഗം എന്ന നിലയിൽ മോൾക്ക് എന്ത് ചെയ്യാം? എനിക്കറിയാം മോൾക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ടായിരിക്കും. ചിലപ്പോൾ വൈജ്ഞാനികം സയൻസുമായി ബന്ധപ്പെട്ട പുസ്തകങ്ങളിലാണ് താല്പര്യമെങ്കിൽ തീർച്ചയായും നല്ലൊരു സയൻസ് അധ്യാപിക കുട്ടിക്ക് ഉണ്ടെങ്കിൽ അത് കണ്ടെത്തിയിരിക്കും. ക്ലബ്ബിൽ നിങ്ങൾക്ക് വിതരണം ചെയ്യുന്ന അത്തരം പുസ്തകങ്ങളായിരിക്കും. അതുമായി ബന്ധപ്പെട്ട മേളകൾ നിങ്ങളെ ഒരുക്കുന്നത് അത്തരം പുസ്തകങ്ങളിലൂടെ ആയിരിക്കും. ഞാൻ കണ്ടെത്തിയിട്ടുണ്ട് അത്തരം കുട്ടികളെ. അത് ടീച്ചർക്ക് സാധിക്കുമെന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ സ്കൂളിൽ നിന്ന് തന്നെയാണ് നിങ്ങളുടെ ടേസ്റ്റിനെ തിരിച്ചറിയുന്നതും ആ വിദ്യാഭ്യാസ പ്രക്രിയയിലൂടെയാണ്. പക്ഷേ നമ്മുടെ എല്ലാവർക്കും ഒരുപോലെ സാധിക്കില്ല. ഇതേ ടൂൾസ് വെച്ചിട്ട്, അതിന് കുറേ കാറ്റഗറി ഉണ്ടല്ലോ, ആ ടൂൾസ് വെച്ചിട്ട് പാരൻസിനും നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. പക്ഷേ ബെറ്റർ ആരായിരിക്കും? നിങ്ങളുടെ സ്കൂൾ തന്നെയാണ്. നിങ്ങൾ ഏത് വിഷയത്തിലാണ്? സഞ്ചാര സാഹിത്യമാണോ എനിക്കിഷ്ടം? അത്തരം പുസ്തകങ്ങളിലേക്ക് നിങ്ങളെ എത്തിക്കുന്ന ക്വിസ് കോമ്പറ്റീഷൻ നടത്തുമ്പം നിങ്ങൾ ഏതിനകത്താണ് സ്കോർ ചെയ്യുന്നത്? ക്ലബ് ആക്ടിവിറ്റീസിൽ നിങ്ങൾ സ്കോർ ചെയ്യുന്ന ഏതാണ്? അതിലൂടെ കണ്ടെത്താൻ എളുപ്പമാണത്. അപ്പോൾ സ്കൂളിനെ ഡിപ്പെൻഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ വളരെ വിജ്ഞാനപ്രദമായിട്ട് നമ്മുടെ 4 പേര്, ഡോക്ടർ ശ്രീകുമാർ സാറ്, ശ്രീ ഉണ്ണി അമ്മയമ്പലം, പ്രിയപ്പെട്ട CB ജോൺ തൂവൽ, ശ്രീമതി കൃപ അമ്പാടി, വരും തലമുറയ്ക്ക് ഉള്ള ഒരു സന്ദേശം തന്നെയാണ് ഈ ചുരുങ്ങിയ സമയത്തിനകത്ത് തന്നിട്ടുള്ളത്. കേരള ഗവൺമെൻറ്റിൻ്റെ ഇത്തരം പരിപാടികൾ ഇനിയും തുടരട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. നമുക്കൊരു 2 മിനിറ്റ് കൂടിയുണ്ട്. ആ 2 മിനിറ്റിനകത്ത് നമ്മുടെ സിബി സാറിന് ഈ വരദമോളുടെ ചോദ്യത്തിന് എന്ത് മറുപടി?
വരുന്നമാളുടെ ചോദ്യം വളരെ പ്രസക്തമാണ്. എങ്ങനെ കുട്ടികളെ വായനയിലേക്ക് കൊണ്ടുവരാം, അതല്ലേ ചോദിച്ചത്. ഈ വായനയിലേക്ക് കൊണ്ടുവരിക എന്ന് പറയുന്നത് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്, 1, 2, 3, 4 പുസ്തകങ്ങൾ വായിക്കുന്നതിനിടയിൽ നമ്മൾ അറിയാതെ എവിടെയെങ്കിലും നമ്മുടെ അഭിരുചിക്ക് ഇഷ്ടപ്പെടുന്ന ഒരു പുസ്തകത്തെ നമ്മൾ കണ്ടുമുട്ടും. നമുക്കങ്ങനെ ഒരു പുസ്തകത്തെയോ അല്ലെ ഒരു കഥാപാത്രത്തെയോ പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ കയറിക്കൂടും. അപ്പോൾ എനിക്ക് തോന്നുന്നത് വായിച്ചു തുടങ്ങുമ്പോൾ ഇഷ്ടപ്പെടേണ്ട, അടുത്ത പുസ്തകം വായിക്കുക. അങ്ങനെ പോകുന്നതിനിടയിൽ നമ്മളുടെ ഇഷ്ടം ഏതെങ്കിലും ഒരു പുസ്തകത്തെയോ ഒരു കഥാപാത്രത്തെയോ നമ്മളൊരു കഥാപാത്രമായോ ഒരു പുസ്തകമായോ നമ്മൾ കൂട്ടുകൂടും. പിന്നെ ഇതൊരു വൈറസ് പോലെയാണ്. പിന്നെ നമ്മളുടെ ആ അഭിരുചിക്കനുസരിച്ച് ആ വായന വളർന്നുകൊണ്ടിരിക്കും. എനിക്കെപ്പോഴും അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. വ്യക്തിപരമായി നമ്മൾ ഒരു വായനയുടെ ഒരു തുടക്കത്തിൽ ചെന്ന് കിട്ടിക്കഴിഞ്ഞാൽ ഒരു ചെങ്ങല പോലെ, ഒരു ട്രെയിനിൻ്റെ ബോഗികൾ പോലെയോ അല്ലെങ്കിൽ ഒരു ചെങ്ങല പോലെയോ, പിന്നെ സ്വാഭാവികമായും ഒരു വൈറസ് പടരുന്ന പോലെ നമ്മൾ പടർന്നു കയറി നമുക്ക് ഇഷ്ടമുള്ള പുസ്തകങ്ങൾ പരിധി പോയി. ഇപ്പോൾ നമ്മൾ ഞാനിതിലെ നടന്നപ്പോൾ കണ്ടു, ഓരോരുത്തരും ഓരോ പുസ്തക സ്റ്റാളിലും കയറി ഇങ്ങനെ പുസ്തകങ്ങൾ മറിച്ച് നോക്കി. എല്ലാവരും എല്ലാ പുസ്തകം എടുക്കുന്നില്ല, അവരവർക്ക് ഇഷ്ടമുള്ള പുസ്തകം നോക്കി എടുത്തെടുത്ത് പോവുക. ഇത് വായനയുടെ ഒരു വലിയ ഒരു പ്രക്രിയയാണ്. അങ്ങനെ ആ ഇഷ്ടത്തിലേക്ക് നമ്മൾ കൂട്ടുകൂടിക്കഴിഞ്ഞാൽ അവർ ഇഷ്ടമുള്ള ഒരു കൂട്ടുകാരനെ ജീവിതാവസാനം വരെ കൊണ്ടു നടക്കുന്ന പോലെ ഈ വായനയെ കൊണ്ടുപോയിക്കോളൂ. അപ്പം നമുക്ക് നല്ല പുസ്തകങ്ങളിലൂടെ തന്നെ പോകാനായിട്ട് പറ്റും എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എൻ്റെ ഒരു വായനാനുഭവം അങ്ങനെയാണ് എനിക്കിപ്പോൾ പറയാനുള്ളത്. ഇപ്പോൾ പ്രിയപ്പെട്ട എല്ലാവർക്കും, പ്രത്യേകിച്ച് കൊച്ചു കൂട്ടുകാർക്ക് ഞങ്ങളുടെ ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവരുടെയും നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ഇതിന് അവസരമൊരുക്കി തന്ന സംഘാടക സമിതിക്കും കേരള സർക്കാരിനും പ്രത്യേകം നന്ദി രേഖപ്പെടുന്നു. ഇറങ്ങുന്നു മനമുയർന്നു തമസകറ്റുന്ന നറു വെളിച്ചം നിറ